അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് ഫീ കുല്ലി യൗമിൻ തഖൂലുൽ അർളു യാ റബ്ബി ദഅനി അബ്തലിഉ ഇബ്ന ആദം അന്നഹു അകല മിൻ റിസ്ഖിക വലം യശ്കുറുക. എല്ലാ ദിവസവും ഭൂമി അല്ലാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുവേ ദഅനി, എന്നെ അനുവദിക്കണം, അബ്തലിഉ ഇബ്ന ആദം, മനുഷ്യരെ ഞാൻ വിഴുങ്ങിക്കളയട്ടെ, മനുഷ്യരെ മുഴുവനും വിഴുങ്ങാൻ നീ എന്നെ അനുവദിക്കണം. കാരണം അന്നഹു അകല മിൻ റിസ്ഖിക വലം യശ്കുറുക. മനുഷ്യർ നീ നൽകിയ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉപയോഗിച്ച്, എല്ലാ സുഖങ്ങളും ഉപയോഗപ്പെടുത്തി, ആരോഗ്യം നീ നൽകിയതാണ്, സമ്പാദ്യം നീ നൽകിയതാണ്, സുഖങ്ങൾ നീ നൽകിയതാണ്, സന്താനങ്ങൾ നീ നൽകിയതാണ്. ഇതെല്ലാം ഉപയോഗിച്ച് നിനക്ക് നന്ദി ചെയ്യുന്നില്ല. ആരെങ്കിലും വല്ല സഹായവും ചെയ്താൽ അവർക്ക് നന്ദി ചെയ്യുന്നത് ഒരു മനുഷ്യ സഹജമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയതൊരു താങ്ക്സ് എന്നൊരു പദം, ശുക്രൻ അല്ലെങ്കിൽ ജസാക്കല്ലാഹ് എന്നുള്ള പദങ്ങൾ പറയൽ അതൊരു നല്ല സ്വഭാവത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു തആല നമ്മൾക്ക് നൽകിയ നിഅമത്തിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം അത് ഉപയോഗപ്പെടുത്തി അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ നിന്റെ അടിമകൾ തയ്യാറാകുന്നില്ല, മനുഷ്യന്മാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരെ വിഴുങ്ങിക്കളയട്ടെ എന്ന് അല്ലാഹുവിനോട് ഭൂമി ചോദിക്കുന്നുണ്ട്. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. ഭൂമിയെപ്പോലെ വതഖൂലുൽ ബിഹാർ, സമുദ്രവും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബ്, അല്ലാഹുവേ ദഅനി, എന്നെ അനുവദിക്കണം, ഞാൻ മനുഷ്യന്മാരെ ജീവനോടെ മുക്കിക്കളയട്ടെ റബ്ബേ, മനുഷ്യന്മാരെ ഞാൻ സുനാമികളായി, തിരമാലകളായി അവരെ ഞാൻ മുക്കിക്കളയട്ടെ എന്ന് അല്ലാഹുവിനോട് സമുദ്രവും ചോദിക്കുന്നുണ്ട്. അവര് പറയുന്ന കാരണവും അകല മിൻ റിസ്ഖിക വലം യശ്കുറുക, നീ നൽകിയ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച്, നീ നൽകിയ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നിനക്ക് നന്ദി ചെയ്യാൻ തയ്യാറാവാത്ത മനുഷ്യന്മാർ എന്തിനാണ് റബ്ബേ ഇവിടെ? അവരെ ഞാൻ മുക്കിക്കളയട്ടെ എന്ന് സമുദ്രവും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് എല്ലാ ദിവസവും. ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്, ഒരു ഭാഗമാണ് കരയുള്ളത്. ആ സമുദ്രത്തിൽ നിന്ന്, ആ വെള്ളത്തിൽ നിന്ന്, ചുറ്റുഭാഗങ്ങളിൽ നിന്ന് തിരമാലകൾ അടിച്ചു വീശിയാൽ തീരാവുന്നതേയുള്ളൂ മനുഷ്യന്റെ അഹങ്കാരങ്ങൾ. വതഖൂലുൽ ജിബാൽ, പർവ്വതങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി ദഅനി, അല്ലാഹുവേ എന്നെ അനുവദിക്കണം റബ്ബേ, ഞാൻ മനുഷ്യന്റെ തലയിലേക്ക്, മനുഷ്യന്മാരുടെ തലയിലേക്ക് വീണ് ഞാൻ അവരെ ചതച്ചു കൊല്ലട്ടെ എന്ന് പർവ്വതങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. യാ റബ്ബി ദഅനി ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും പർവ്വതങ്ങളും ചോദിക്കുന്നത്, അല്ലാഹുവേ ഞാൻ മനുഷ്യന്മാരെ ചതച്ചു കൊല്ലട്ടെ, കാരണം അകല മിൻ റിസ്ഖിക വലം യശ്കുറുക, നീ നൽകിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിന്നെ ആരാധിക്കാതെ, നിന്നെ അനുസരിക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിൽ? ഞാൻ അവരെ നശിപ്പിക്കട്ടെ എന്ന് പർവ്വതങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അതേപോലെ ആകാശവും ചോദിക്കുന്നുണ്ട്, യാ റബ്ബി ദഅനി,
അല്ലാഹുവേ എന്നെ അനുവദിക്കണം, ഞാൻ മനുഷ്യന്മാരുടെ തലയിലേക്ക് കഷ്ണങ്ങളായി വീണ്, മനുഷ്യന്മാരുടെ തലയിലേക്ക് കഷ്ണങ്ങളായി വീണ് അവരെ ഞാൻ നശിപ്പിക്കട്ടെ എന്ന് ആകാശവും എല്ലാ ദിവസവും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ആകാശം പറഞ്ഞ കാരണവും അത് തന്നെയാണ്. നിന്റെ നിഅമത്തുകൾ ഉപയോഗിച്ച് നിനക്ക് ശുക്ർ ചെയ്യാത്ത മനുഷ്യർ എന്തിനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്ന്. ഇതെല്ലാം അല്ലാഹുവിനോട് മനുഷ്യന്മാരെ, അല്ലാഹുവിന്റെ സൃഷ്ടികളെ നശിപ്പിക്കട്ടെ എന്നുള്ള, നശിപ്പിക്കാനുള്ള സമ്മതം ചോദിച്ചു വാങ്ങിയപ്പോ അല്ലാഹു അവരെ വിളിക്കുന്നുണ്ട്. ആകാശത്തെയും പർവ്വതങ്ങളെയും ഭൂമിയെയും അല്ലാഹു വിളിക്കുന്നത് യാ മഖ്ലൂഖാതി അഖലഖ്തുമൂ, നിങ്ങളാണോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്? നിങ്ങളാണോ? അഖലഖ്തുമൂഹു, നിങ്ങളാണോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്? നിങ്ങൾ സൃഷ്ടിച്ചാലല്ലേ നിങ്ങൾക്ക് അവരെ കൊന്നുകളയാനുള്ള സമ്മതമുള്ളൂ. നമ്മുടെ ശരീരം നമ്മുടേതല്ലാത്തത് കൊണ്ടല്ലേ അവയവദാനം ഇസ്ലാം നമ്മൾക്ക് അനുവദിച്ചു തരാത്തത്. നമ്മുടെ ശരീരത്തിന് നമ്മൾക്ക് യാതൊരു റോളുമില്ല, നമ്മൾക്ക് യാതൊരു പങ്കുമില്ല. ഇത് റബ്ബിന്റേതാണ്, ഇത് മറ്റൊരാളുടേതാണ്, ഇത് നമ്മളുടെ ഉടമസ്ഥതയിലുള്ളതല്ല. ഇത് വേറൊരാളുടേതാണ്, ഇത് അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ടാണ് അവയവദാനം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയത്. നമ്മൾക്ക് നമ്മുടേത് മറ്റൊരാൾക്ക് നൽകാം, എന്നാൽ നമ്മളുടേതല്ലാത്തത് എങ്ങനെയാ നമ്മൾ കൊടുക്കുക? അല്ലാഹു ചോദിക്കുന്നത് യാ മഖ്ലൂഖാതി അഖലഖ്തുമൂ, നിങ്ങളാണോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്? ഫയുജീബൂൻ, അവര് മറുപടി പറയും ലാ യാ റബ്ബ്, അല്ലാഹുവേ ഞങ്ങളല്ല, നീയാണ് റബ്ബേ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്, ഞങ്ങളല്ല. അപ്പോഴാണ് അല്ലാഹു പറയുന്നത് ലൗ ഖലഖ്തുമൂഹു ലറഹിംതുമൂ, നിങ്ങളായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ ലറഹിംതുമൂ, നിങ്ങൾ മനുഷ്യരോട് കാരുണ്യം കാണിക്കുമായിരുന്നു എന്ന് അല്ലാഹു ഈ സൃഷ്ടിജാലങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ഇവിടെ പറയുന്നത് ഞാനാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, ഞാനാണ് അവരുടെ സൃഷ്ടാവ്, ഞാൻ സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ അവരോട് ഞാൻ കാരുണ്യം കാണിക്കും. അവര് ഞാൻ നൽകിയ സുഖങ്ങൾ ഉപയോഗിച്ച് എനിക്ക് നന്ദി ചെയ്തില്ലെങ്കിലും എനിക്ക് പരാതിയില്ല. അവർക്ക് ഞാൻ നൽകിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ഇബാദത്ത് ചെയ്തില്ലെങ്കിലും എനിക്ക് പരാതിയില്ല. കാരണം ഞാനാണ് അവരെ സൃഷ്ടിച്ചത്, എനിക്കവരോട് സ്നേഹമുണ്ട് എന്ന് അല്ലാഹു പർവ്വതങ്ങളോടും ഭൂമിയോടും ആകാശങ്ങളോടും സമുദ്രങ്ങളോടും പറയുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹു പറയാണ് ദഊനി വഇബാദി, എന്നെയും എന്റെ അടിമകളെയും നിങ്ങൾ വിട്ടേക്ക്, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അല്ലാഹു പറയാണ് ഈ പർവ്വതങ്ങളോട് ആകാശങ്ങളോട് ഭൂമികളോട് ദഊനി, എന്റെ കാര്യം, എന്റെ അടിമകളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, എന്റെയും എന്റെ അടിമകളുടെ കാര്യം എനിക്ക് വിട്ടേക്കണമെന്ന് അല്ലാഹു സൃഷ്ടികളോട് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു അവയോട് പറയുന്നത് മൻ താബ ഇലയ്യ മിൻഹും ഫഅന ഹബീബുഹും, എന്റെ അടിമകൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ എന്റെ നിഅമത്തുകൾ മുഴുവനും ഉപയോഗിച്ച് എന്റെ സംവിധാനങ്ങൾ മുഴുവനും ഉപയോഗിച്ച് എനിക്ക് ഇബാദത്ത് ചെയ്യാതെ എന്നെ അനുസരിക്കാതെ മാറി നിൽക്കുന്നവരാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ബോധോദയമുണ്ടായി അവൻ എന്നിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ
60 വയസ്സുവരെ തെറ്റുകൾ മാത്രം ചെയ്ത് 61ാമത്തെ വയസ്സിൽ ഒരു സുപ്രഭാതത്തിൽ നന്നാകണമെന്ന് തോന്നി. അങ്ങനെ നന്നായി എന്റെ സമീപത്തേക്ക് കടന്നു വരാൻ അവൻ തയ്യാറായാൽ വമൻ താബ ഇലയ്യ മിൻഹും ഫഅന ഹബീബുഹും, അവൻ എന്നിലേക്ക് വരലോടുകൂടി ഞാൻ അവന്റെ സ്നേഹിതനായി മാറി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 60 വയസ്സുവരെ അല്ലാഹുവിനെ ആരാധിക്കാത്തവർ, 60 വയസ്സുവരെ തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിച്ചവർ, 60 വയസ്സ് കഴിഞ്ഞ് 61ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിലേക്ക് മടങ്ങിയത്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയത്. ആ 61ാമത്തെ വയസ്സിൽ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട താമസം അല്ലാഹു പറയാണ്, അന്ന് മുതൽ ഫഅന ഹബീബുഹും, ഞാൻ അവന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായി മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അല്ലാഹുവിനോട് തെറ്റ് ചെയ്തതോ അതൊക്കെ റബ്ബ് മറന്നു ഒഴിവാക്കി. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്മാർ എത്ര അടുത്താലും എത്ര ബന്ധം സ്ഥാപിച്ചാലും ഇടയ്ക്കിടെ പഴയകാല കഥകൾ പറഞ്ഞു നോവിക്കുന്നവരാണ്. മനുഷ്യന്മാരങ്ങനെയാണ്, മറക്കൂല. ചെറിയ ഒരു തെറ്റാണെങ്കിൽ വരെ മരണം വരെ മറക്കാതെ അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മനുഷ്യന്മാരുടെ ഭാഗത്ത് കാണാറുണ്ട്. നമ്മുടെ സംഘാടകർ അറിയിക്കുന്നത് റോഡിന്റെ സൈഡിലുള്ള ആളുകളൊക്കെ ഒന്ന് വന്നിട്ട് ഇരിക്കണം എന്നാണ്. അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ആ റോഡ് സൈഡിലുള്ള ബാക്കിലുള്ള ആളുകൾക്കൊക്കെ വന്നിട്ട് ഇരിക്കാം. എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ എണീറ്റിട്ട് പോവുകയും ചെയ്യാം. യാതൊരു കുഴപ്പമില്ല, യാതൊരു പരാതിയില്ല. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, മൻ താബ ഇലയ്യ മിൻഹും ഫഅന ഹബീബുഹും, എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വരാൻ അയാൾ തയ്യാറായാൽ ഫഅന ഹബീബുഹും, ഞാൻ അവന്റെ സ്നേഹിതനാണ്. ഇന്നലെ വരെ കള്ളു കുടിച്ചു നടന്നവർ, ഇന്നലെ വരെ വ്യഭിചരിച്ചു നടന്നവർ, ഇന്നലെ വരെ ക്രിമിനലുകളായി നാട്ടിൽ വിലസി നടന്നവർ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹുവിലേക്ക് മടങ്ങി നന്നാവാൻ തീരുമാനിച്ചാൽ അന്ന് മുതൽ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായ അയാൾ മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 60 വയസ്സായിട്ടും നന്നാവാനുള്ള ബോധമില്ല, അയാൾ പഴയതുപോലെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ വമൻ ലം യതുബ് ഫഇന്നീ തബീബുഹും, തൗബ ചെയ്യാതെ പഴയകാല തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഫഅന തബീബുഹും ഫഇന്നീ തബീബുഹും, ഞാൻ അവരുടെ ഡോക്ടറാണ്. ഡോക്ടർമാരെന്ത് ചെയ്യും? ഡോക്ടർമാര് ചെയ്യുന്നത് ഓരോ തവണ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും മരുന്നുകൾ നൽകും. എന്നിട്ട് പറയും, ഈ ഭക്ഷണം കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. പക്ഷേ അവന് ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും രോഗിയായി ഹോസ്പിറ്റലിൽ ചെല്ലും. അപ്പോഴേക്കും വീണ്ടും ഡോക്ടർ മരുന്ന് നൽകും. അങ്ങനെ ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടേയിരിക്കും അവന്റെ മരണം വരെ. അതേപോലെ തൗബ ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകളെ ഞാൻ ചികിത്സിച്ചുകൊണ്ടേയിരിക്കും. അവൻ നന്നാവട്ടെ നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഡോക്ടർമാർ ചികിത്സിക്കുന്നത് പോലെ ഞാൻ അവനെ ചികിത്സിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وأنا إليهم أرحم من الأم بأولادها. ഒരു ഉമ്മയ്ക്ക് മക്കളോട് എത്ര കാരുണ്യമുണ്ടോ അതിനേക്കാളും എനിക്കെന്റെ മക്കളോട്, എനിക്കെന്റെ അടിമകളോട് കാരുണ്യമുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഒരു ഉമ്മയ്ക്ക് മക്കളോട് എത്ര കാരുണ്യമുണ്ടോ അതിനേക്കാളും എനിക്കെന്റെ അടിമകളോട് കാരുണ്യമുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്.
നമ്മൾക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹം നമ്മൾക്കറിയാമല്ലോ എത്രത്തോളം ഉണ്ട് എന്ന്. നമ്മുടെ മക്കളോട് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നമ്മൾക്കറിയാമല്ലോ. നമ്മുടെ മക്കൾ തെറ്റു ചെയ്തതിന്റെ പേരിൽ അവരുടെ കാലുകൾ നമ്മൾ തല്ലിയൊടിക്കാറുണ്ടോ? തെറ്റു ചെയ്തതിന്റെ പേരിൽ അവരെ നമ്മൾ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടാറുണ്ടോ? തെറ്റു ചെയ്തതിന്റെ പേരിൽ നമ്മുടെ മക്കളെ തീ കുണ്ടാരത്തിലേക്ക് നമ്മൾ വലിച്ചെറിയാറുണ്ടോ? ഇല്ല. എന്നാൽ നമ്മളെക്കാളും നമ്മൾക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് മനുഷ്യരോട് സ്നേഹമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു ഉമ്മ കടന്നു വരുന്നുണ്ട്. തോളിൽ മാറോട് ചേർത്ത് പിടിച്ച പിഞ്ചു പൈതലുണ്ട്. മാറോട് ചേർത്ത് പിടിച്ച പിഞ്ചു കുഞ്ഞിന്റെ കൈയും പിടിച്ച് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നുണ്ട്. ആ പെണ്ണ് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, ഞാൻ എന്റെ കയ്യിലുള്ള ഈ കുഞ്ഞിനെ തീ കുണ്ടാരം കാണിച്ച് അടുപ്പ് കാണിച്ച് തീ പുകച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പ് കാണിച്ചു ചോദിക്കുകയാണ്, എന്റെ ഈ കുഞ്ഞിനെ ഞാൻ ഈ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാറോട് ചേർത്ത് പിടിച്ച ഒരു കുഞ്ഞിനെ കാണിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് പെണ്ണ് ചോദിക്കുന്നത്, ഞാൻ എന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇല്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിനോട്, പരിശുദ്ധ റസൂലിനോട് ആ പെണ്ണ് ചോദിക്കുന്നത്, നിങ്ങളല്ലേ പറഞ്ഞത് വഅന ഇലൈഹിം അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മയ്ക്ക് മക്കളോട് എത്രത്തോളം സ്നേഹമുണ്ട്, എത്രത്തോളം കാരുണ്യമുണ്ട്, അതിനേക്കാളും എനിക്ക് എന്റെ അടിമകളോട് കാരുണ്യമുണ്ട് എന്നല്ലേ താങ്കൾ പഠിപ്പിച്ചത്? എന്നാൽ എന്റെ മകൻ, എന്റെ കുഞ്ഞ് ഒരു തെറ്റു ചെയ്താൽ ഞാൻ എന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയില്ല. എന്നാൽ അല്ലാഹു അടിമകളായ ഞങ്ങളെ എങ്ങനെയാണ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്ന് ആ സഹോദരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ മക്കളെ നമ്മൾ എന്തായാലും ഒരു തെറ്റ് ചെയ്താല് തീയിലേക്ക് വലിച്ചെറിയില്ല, അടിക്കുകയില്ല, ഒന്നുമില്ല, നമ്മൾ ഉപദേശിക്കുക ചെയ്യാം. എന്നാൽ നമ്മൾക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് നമ്മളോട് സ്നേഹമുണ്ട്, റബ്ബിന് നമ്മളോട് കാരുണ്യമുണ്ട്. ആ റബ്ബ് ഏതായാലും ഒന്നും ചെയ്യൂലല്ലോ. ഒരു ഉമ്മ മക്കളെ തീയിലേക്ക് വലിച്ചെറിയില്ലെങ്കിൽ പിന്നെ അള്ളാഹു എങ്ങനെയാ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാ എന്നാണ് ഈ പെണ്ണ് നബി തങ്ങളോട് ചോദിക്കുന്നത്. ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും അടിമകളെ നരകത്തിലിടൂല എന്നല്ലേ അതിന്റെ അർത്ഥം. ഫബകാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞു, താടിരോമങ്ങൾ നനഞ്ഞുപോയി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല അശ്ശാരിദൽ മാരിദൽ മുതമജ്ജിദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ധിക്കാരികളായ അഹങ്കാരികളായ അള്ളാഹുവിനെ വെല്ലുവിളിച്ച് തെറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമേ അള്ളാഹു നാളെ ശിക്ഷിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അറിയാതെ തെറ്റ് ചെയ്യുന്നവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അറിയാതെ തെറ്റ് വന്നുപോയി, മറന്നിട്ട് തെറ്റ് ചെയ്തു, അള്ളാഹു ശിക്ഷിക്കൂല. ബോധപൂർവം തെറ്റാണെന്നുള്ള ബോധത്തോടെ, ഇത് തെറ്റാണ് എന്നുള്ള ബോധത്തോടെ, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടെ, അള്ളാഹു കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ, അങ്ങനൊരു മഹ്ശറൊന്നുമില്ല, ഇതൊക്കെ ബഡായാണ്, ഇങ്ങനെ റബ്ബൊന്നുമില്ല, ഖബറില്ല, ആഖിറില്ല, ഇതൊക്കെ മൗലവിമാര് വെറുതെ വിടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റ് ചെയ്യാണ് വലിയ ധിക്കരിച്ചിട്ട് ഇത്തരം ആളുകളെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയാൻ.
ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല അശ്ശാരിദൽ മാരിദൽ മുതമദ്ദിദ്. ധിക്കാരികളായ അഹങ്കാരികളായ ആളുകളെ മാത്രമേ അല്ലാഹു നാളെ നരകത്തിലേക്ക് തീയിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ആ മഹദി രാത്രി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഇലാഹി, അല്ലാഹുവേ, അതഹരിഖു ഖൽബൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്ന ആളെ, നിന്നെ സ്നേഹിക്കുന്നവരെ അല്ലാഹുവേ നീ തീയിലേക്ക് വലിച്ചെറിയുമോ എന്ന് രാത്രി ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ഇലാഹി, അല്ലാഹുവേ, അതഹരിഖു ഖൽബൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന അടിമകളെ നീ നാളെ കരിച്ചു കളയുമോ അല്ലാഹ്. അപ്പോഴാണ് അല്ലാഹു തആല ഒരു അശരീരി മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ കേൾക്കാനിടയായത്. എന്താണ് ആ അശരീരി? എന്താണ് ആ അശരീരി? യാ റാബിഅ അഹ്സിനിൽ ലന്ന ബിനാ, റാബിഅ, റാബിഅ, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് പറയാണ്, അഹ്സിനിൽ ലന്ന ബിനാ, എന്നെ കുറിച്ച് നല്ലതേ വിചാരിക്കാൻ പാടുള്ളൂ, എന്നെ കുറിച്ച് മോശമായത് ചിന്തിക്കരുത്, ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായി നിങ്ങൾ എന്നെ ചിന്തിക്കരുത്, എന്നെ ഒരു ക്രിമിനലായിട്ട് കാണരുത്, ആകെ തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായിട്ട് എന്നെ പരിഗണിക്കരുത്. അഹ്സിനുൽ ലന്ന ബിനാ, അഹ്സിനുൽ ലന്ന ബിനാ, റാബിഅ, എന്നെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു തആല അശരീരിയോട് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കാനാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണോ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ നിങ്ങളോട് പെരുമാറുക. നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ നിങ്ങളോട് പെരുമാറുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു കാരുണ്യവാനായിട്ട്, മാപ്പ് നൽകുന്നവനായിട്ട്, പുറത്തു തരുന്നവനായിട്ടാണ് അല്ലാഹുവിനെ നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ അതുപോലെ അല്ലാഹു നമ്മളോട് കാരുണ്യത്തോടെ പെരുമാറും. അല്ലാഹുവിനൊരു നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായിട്ടാണ് അല്ലാഹുവിനെ കാണുന്നതെങ്കിൽ, നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതേപോലെയാണ് തിരിച്ചും പെരുമാറുക. അതുകൊണ്ട് അഹ്സിനിൽ ലന്ന ബിനാ, എന്നെ കൊണ്ട്, എന്നെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് മഹദിയായ റാബിഅ റളിയല്ലാഹു അൻഹയോട് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു ഒരാളെയും വെറുതെ ശിക്ഷിക്കുകയില്ല, ഒരാളെയും അല്ലാഹു വെറുതെ നരകത്തിലേക്ക് വലിച്ചെറിയുകയില്ല. അല്ലാഹു പറയുന്നത്, ഇൻതജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻ നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. ഇൻതജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻ, നിങ്ങളോട് ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ വൻദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ, ഞാൻ നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ, ആവർത്തിക്കരുത്, ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ വൻദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ, നിങ്ങൾ ചെയ്യുന്ന ചെറിയ ദോഷങ്ങളെയെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. അത് മാത്രമല്ല, വനുദ്ഖിൽകും മുദ്ഖലൻ കബീറാ, നിങ്ങളെ ഞാൻ അല്ലാഹു വലിയ സ്വർഗ്ഗത്തിലേക്ക് പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന സ്വർഗീയ പറുദീസയിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. വൻദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്.
വൻദോഷങ്ങൾ ചെയ്യരുത്. വൻദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ഇജ്തനിബുസ് സബഅൽ മൂബിഖാത്ത്, 7 വൻദോഷങ്ങളെ വളരെ പ്രധാനമായിട്ടും നിങ്ങൾ ഒഴിവാക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഖീല യാ റസൂലല്ലാഹി വമാ ഹുന്ന, ഏതൊക്കെയാണ് നബിയെ ആ വൻദോഷങ്ങൾ? 7 വൻദോഷങ്ങൾ ഏതൊക്കെയാണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യരുത്. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കരുത്. അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അല്ലാഹു ഏകനായ അല്ലാഹുവിൽ നമ്മൾ വിശ്വസിക്കുക. അല്ലാഹു ഏകനായ റബ്ബാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കരുത് ദൈവമായിട്ട്. അതേപോലെ ശിർക്കിന്റെ മറ്റൊരു ഭാഗമാണ് ജനങ്ങൾ കാണുന്ന രീതിയിൽ മറ്റൊരാൾ കാണുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. മറ്റൊരാൾ കാണുന്ന രീതിയിൽ നമ്മൾ അമൽ ചെയ്യുന്നത് ശിർക്കിന്റെ ഭാഗമാണെന്ന്. അശ്ശിർക്കുൽ ഖഫി എന്നാണ് അതിന് പറയാം. ആളുകൾ കാണുന്ന രീതിയിൽ. അപ്പോ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്, അതിന് പകരം ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്യാം. അപ്പൊ അള്ളാഹുവിന്റെ അതേ സ്ഥാനത്തേക്ക് ജനങ്ങളെ സൃഷ്ടിച്ചതുപോലെയല്ലേ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇബാദത്ത് ചെയ്യാം. ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്നത് ശിർക്കുൽ ഖഫി, ചെറിയൊരു ശിർക്കിന്റെ ഭാഗമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാതിരിക്കുക, മറ്റൊരാളെ പങ്കു ചേർക്കാതിരിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെല്ലാം അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലാഹു ഒരുവനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ സഹായമില്ലാതെ വേറെ ഒരാൾക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ വിശ്വാസം ഒന്നും ഉണ്ടായാൽ നിങ്ങളൊക്കെ അതേ വിശ്വാസക്കാരല്ലേ? അല്ലാഹു ഏകനാണ് അല്ലേ? അല്ലാഹു ഏകനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് വിശ്വസിക്കലാണ് അല്ലാഹു ശിർക്ക് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരാൾ ആരാധിക്കുക, ബിംബങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളും ദൈവമാണെന്ന് പറയാം. മുഹീദി ശൈഖിനോട് ദുആ ചെയ്യാം, മുഹീദി ശൈഖ് ദൈവമാണെന്ന് വിശ്വസിക്കുക, അപ്പൊ ശിർക്കായി. മുഹീദി ശൈഖ് ഔലിയാണെന്ന് വിശ്വസിക്കുക, അപ്പൊ സുന്നത്ത് ജമാഅത്തായി. നമ്മളൊക്കെ എങ്ങനെയാണ്? മുഹീദി ശൈഖിനെ ദൈവമായിട്ടല്ല നമ്മൾ കാണുന്നത്, നമ്മൾ കാണുന്നത് മുഹീദി ശൈഖിനെ വലിയായിട്ടാണ്. നമ്മൾ ദുആ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട നിന്റെ ഔലിയാക്കൾ, നിന്നെ ഇഷ്ടപ്പെട്ട് നീ പറഞ്ഞതുപോലെ ജീവിച്ച ഈ മഹാന്മാർ, ഇവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സഹായിക്ക റബ്ബേ. അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ഒരു ശിർക്ക് ആരാരോപിച്ചാലും നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, ആരെന്താരോപിച്ചാലും ഒരു പേടിയും പേടിക്കണ്ട. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഏകനായ റബ്ബിൽ അല്ലാഹു ഒരുവനാണ് എന്ന് പൂർണ്ണമായ വിശ്വാസമുള്ള ആളുകളാണ്, ഉറപ്പാണ് എനിക്ക്. അതുകൊണ്ട് 7 വൻദോഷങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർക്കരുത്. വഖതുലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, വഖതുലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു ബഹുമാനിച്ച ശരീരങ്ങളെ നിങ്ങൾ വധിച്ചു കളയരുത്, കൊലപാതകം നടത്താതിരിക്കണം. 2 കൊലപാതകം നടത്തരുത്. 3 സിഹ്ർ ചെയ്യരുത്, സിഹ്ർ ചെയ്യരുത്. 4 വഅക്ലു റിബാ, പലിശ തിന്നരുത്. വഅക്ലു മാലിൽ യതീം, യതീം മക്കളുടെ സമ്പാദ്യം നിങ്ങൾ തിന്നുപോവരുത്. യതീം മക്കളുടെ ഒരു നാണയത്തൊട്ടുപോലും നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് കയറിക്കൂടരുത്. വത്തവല്ലി യൗമസ്സഹ്ഫി, യുദ്ധസമയങ്ങളിൽ പിന്തിരിഞ്ഞോടരുത്, അതിനുള്ള സാഹചര്യം നമ്മൾക്കിന്നില്ല. വഖദ്ഫുൽ മുഹ്സനാതിൽ ഗാഫിലാതിൽ മുഅ്മിനാത്ത്, അല്ലാഹുവിനെ പേടിക്കുന്ന സച്ചരിതരായ
അള്ളാഹുവിനെ പേടിക്കുന്ന നല്ലവരായ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മുഅ്മിനാത്തുകളായ സത്യവിശ്വാസിനികൾക്കെതിരെ വ്യഭിചാര ആരോപണം നടത്തുന്നത്, കുറ്റാരോപണം നടത്തുന്നത്, ഇല്ലാത്ത ആരോപണങ്ങൾ നടത്തുന്നത് വൻദോഷമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വൻദോഷമാണ്. ഏഴ് വൻദോഷങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അതിലൊന്ന് ശിർക്ക് ചെയ്യലാണ്, 2 കൊലപാതകം നടത്തലാണ്, 3 സിഹർ, 4 പലിശ തിന്നൽ, 5 യതീമക്കളുടെ സമ്പാദ്യം അപഹരിക്കൽ, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ നല്ലവരായ ആളുകൾക്കെതിരെ വ്യഭിചാര ആരോപണങ്ങൾ ഉണ്ടാക്കൽ, ഇത്തരം തെറ്റുകൾ വൻദോഷങ്ങളാണ്. ഇത് നിങ്ങൾ ഒഴിവാക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒഴിവാക്കിയാലോ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നുകഫിറ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു തന്ന് സ്വർഗീയ സുഖങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു ഒരു ക്രിമിനലായിട്ട് കാണാതെ, അല്ലാഹു കാരുണ്യവാനായിട്ട്, അല്ലാഹു എല്ലാം പുറത്തു തരുന്നവനായിട്ട്, അല്ലാഹു മാപ്പ് നൽകുന്നവനായിട്ടാണ് നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആരോപണം ഉണ്ടായപ്പോ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറക്കിയത് ഫല്യഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് മാപ്പ് നൽകിക്കൂടെ, വിട്ടുവീഴ്ച ചെയ്തുകൂടെ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനുള്ള ചെലവ് നിർത്തിവെക്കുകയാണ്. അപ്പൊ ഇന്നും ഇന്നത്തേതുപോലെ അന്ന് ഒരാൾ ചെലവേറ്റെടുത്തിരുന്ന ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ ഓരോ കുട്ടിയുടെ ചെലവെടുക്കൂലേ? ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഒരു കുട്ടിയുടെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം, അതുപോലെ നാട്ടിലുള്ള പാവങ്ങളുടെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ അതേപോലെ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവെല്ലാം ഉപയോഗിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുന്ന സമ്പത്ത് കൊണ്ട് ജീവിച്ച് സിദ്ദീഖ് തങ്ങളുടെ മകൾക്കെതിരെ ആരോപണം ഉണ്ടായപ്പോ ആരോപിച്ചവരുടെ കൂടെ മിസ്തഹ് തങ്ങൾ നിന്നു. ഇത് സിദ്ദീഖ് തങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പോഴേക്കും സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്തു, ഞാൻ എന്തായാലും ഇനി മുതൽ മിസ്തഹിന് ചെലവ് കൊടുക്കൂല, മിസ്തഹിന്റെ ചെലവ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോഴേക്കും അല്ലാഹു തആല ആയത്തിറക്കുകയാണ് ഫല്യഅഫൂ വൽയസ്ഫഹൂ, സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ അങ്ങനെ വാശി പിടിക്കരുത്, നിങ്ങൾ അങ്ങനെ ചെലവ് കൊടുക്കൂല എന്ന് പറയരുത്, നിങ്ങൾ മാപ്പ് നൽകണം സിദ്ദീഖ് തങ്ങളെ, വിട്ടുവീഴ്ച ചെയ്യണം സിദ്ദീഖ് തങ്ങളെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരണമെങ്കിൽ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നാളെ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരണം, നാളെ മഹ്ശറാ ലോകത്ത് ചോദ്യമില്ലാതെ രക്ഷപ്പെടണം. അതിനൊക്കെയുള്ള വഴി എന്താണ്? ഇവിടെ എല്ലാ ആളുകൾക്കും മാപ്പ് നൽകാം. നമ്മളോട് മോശമായി പെരുമാറിയ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാ? നമ്മൾ മാപ്പ് നൽകാം. അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ പെരുമാറാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ വിചാരിക്കേണ്ട കുറെ പള്ളി കെട്ടലും കുറെ നിസ്കരിക്കലാണ് നാളെ അല്ലാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള അമല് എന്ന്. പള്ളി കെട്ടുന്നത് തന്നെ ഇന്ന് സംഘടനാ താല്പര്യത്തിന് വേണ്ടിയിട്ട് പള്ളി നിർമ്മിക്കും. എന്തപ്പോ ഇതിലൊക്കെ കാര്യം? ഒരു പള്ളിയുടെ മുമ്പിൽ മറ്റൊരു പള്ളി,
ആ പള്ളി ഉള്ള പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ ആളില്ലാതിരിക്കുമ്പോ വിശാലമായ സൗകര്യമുള്ള പള്ളി ഉണ്ടാകുമ്പോ പുതിയൊരു പള്ളി. പിന്നെ ഈ ഐക്യത്തിന്റെ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഐക്യം വേണം, ദുആ ചെയ്യണം എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്ത് ഐക്യം ഉണ്ടാവുക? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഐക്യം ഉണ്ടാവും? എങ്ങനെ ഐക്യം ഉണ്ടാവുക? ഇന്നടക്കം കാസർഗോഡ് ജില്ലയിൽ വളരെ മോശമായ രീതിയിൽ പള്ളിയുടെ പേരിൽ തർക്കങ്ങളുണ്ടായി, അടിപിടിയുണ്ടായി. വഖഫ് ബോർഡിന്റെ ആളുകൾ വന്ന്, നിയമിച്ച ഉത്തരവാദപ്പെട്ട ആളുകൾ വന്ന് ജനറൽ ബോർഡ് വിളിച്ചപ്പോ നമ്മുടെ പാർട്ടിക്കാര് കുറവാണ് എന്ന് മനസ്സിലായപ്പോ, വോട്ട് കിട്ടൂല, തോൽക്കുമെന്ന് മനസ്സിലായപ്പോ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തി ചെയറുകളും കസേരകളും എറിഞ്ഞ്, ഉദ്യോഗസ്ഥരെ വരെ കസേരകൾ എറിഞ്ഞ് പോലീസ് ലാത്തി വീശുന്ന രീതിയിലേക്ക് ഇന്ന് കാസർഗോഡ് നടന്നൊരു ജനറൽ ബോഡി മാറിയെങ്കിൽ ഇത് തന്നെയാണ് ഐക്യത്തിനുള്ള ആഹ്വാനം ചെയ്തവരുടെ പ്രവൃത്തി എന്ന് നമ്മൾ തിരിച്ചറിയാം. എന്നിട്ട് പള്ളിയിലേക്ക് കയറാൻ, അവിടെ കസേരകൾ എറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അടിപിടി ഉണ്ടാക്കി പള്ളിയിലേക്ക് കയറാൻ. എന്തിന്? പള്ളി പൂട്ടിക്കാൻ. ഇനി അടിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നിട്ട് പള്ളിയിൽ അടിച്ചാൽ പള്ളി പൂട്ടുമല്ലോ. പള്ളിയിൽ കയറിയിട്ട് വെല്ലുവിളിക്കും, ഇങ്ങോട്ട് വന്നിട്ട് അടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ പള്ളിക്ക് വന്നിട്ട് അടിക്കും, ധൈര്യമുണ്ടെങ്കിൽ പള്ളിക്ക് വന്നിട്ട് അടിക്കുന്ന പറഞ്ഞിട്ട് പള്ളിന്റെ ഉള്ളിൽ കയറിയിട്ട് വെല്ലുവിളിക്കുകയാണ്. കുറച്ച് പക്വതയുള്ള സമസ്തയുടെ പ്രവർത്തകരായതുകൊണ്ട് പള്ളിയുടെ അകത്തേക്ക് പോയിട്ട് അടിക്കാൻ നിന്നില്ല. അടിച്ച നാളെ പള്ളി പൂട്ടും. ഇവരാ ഐക്യത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നത്. എങ്ങനെ ഐക്യം ഉണ്ടാവുക? എങ്ങനെ ഐക്യം ഉണ്ടാവുക? പരിപാടിയുടെ മുമ്പിൽ മറ്റൊരു പരിപാടി, പള്ളിയുടെ മുമ്പിൽ മറ്റൊരു പള്ളി, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. ഇതൊക്കെ നിർത്തിവെച്ചിട്ട് പോരെ ഐക്യങ്ങളൊക്കെ? നിങ്ങൾ കാണുന്നതല്ലേ? പരിപാടിയുടെ മുമ്പിൽ, ഇവിടെ പരിപാടി ഉണ്ടെങ്കിൽ 2 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു പരിപാടി, ഇവിടെ പള്ളി ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് മറ്റൊരു പള്ളി. അപ്പൊ ഇതൊക്കെ നിർത്തിയിട്ട് വേണം നമ്മൾ ഐക്യത്തിന്റെ ആഹ്വാനങ്ങൾ നമ്മൾ നടത്താൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ പറയുന്നത്, കുറെ പള്ളി കെട്ടലും കുറെ നിസ്കരിക്കലും ഒന്നുമല്ല. കുറെ നിസ്കാരത്തെ ആദരണീയരായ സയ്യിദ് അഷ്റലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെറിയൊരു ബ്രേക്ക് തരാം, തങ്ങൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, നേരത്തെ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട അഷ്റലി ശിഹാബ് തങ്ങൾ ഏറ്റതായിരുന്നു. എത്താൻ അല്പം വൈകി. ഏതായിരുന്നാലും തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ അല്പസമയം തങ്ങളുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നു. ആദരപൂർവ്വം തങ്ങളവറുകളെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, അഭിവരനായ ഖലീൽ ഉദവി അടക്കമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൊടുത്തുപോലെ നടവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും സംഗമിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സ്വതുദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു ഷിഫാഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗത്തൊട്ട് അള്ളാഹു നമ്മയും കുടുംബത്തെയൊക്കെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. പെടുന്നനെയുള്ള മരണങ്ങൾ തൊട്ടും അപകട മരണങ്ങൾ തൊട്ട് അള്ളാഹു നമ്മുടെയും കുടുംബത്തെയൊക്കെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഈ മഹത്തായ ഈ സംരംഭം ഇവിടെ ഒരുക്കുന്നതിൽ ഒരുപാട് ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട്. അള്ളാഹു അവിടെ അധ്വാനങ്ങളൊക്കെ ഒരു സാലിയായ സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, മറ്റുമായി ഒരുപാട് ബന്ധപ്പെട്ടവർ അള്ളാഹു എല്ലാ നിലക്കുള്ള ഹൈറുകൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഉദ്ഘാടന ഭാഷണം നടത്തുക എന്നുള്ളത് ഈ സദസ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് എനിക്കറിയാം. നേരത്തെ തന്നെ സംഘാടകരുടെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് നേരത്തെ എത്താൻ ഉദ്ദേശിച്ചായിരുന്നെങ്കിലും അല്പം ചില ഭാഗങ്ങളിൽ പോകേണ്ടതുകൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചില്ല. നിങ്ങളോട് പ്രത്യേകിച്ചും ആ വിഷയത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. നമുക്കറിയാം, മഹത്തായ ഈ സദസ്സ് ഒരുപാട് പ്രഭാഷണങ്ങളെ കൊണ്ട് ധന്യമായ ഒരു നഗരം കൂടിയാണ്. എല്ലാ വർഷവും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഇവിടെ നടക്കപ്പെടാറുണ്ട്. മഹത്തായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സംഘാടക സമിതി അംഗങ്ങൾ ഇതിനു വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യപ്പെട്ടുള്ളത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനു വേണ്ടി സഹകരണങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണമെന്ന് ഞങ്ങളുടെ ആദ്യമായ വിഷയത്തിലേക്ക് ഉറപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനെ പ്രചരിപ്പിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും കടമയും ദൗത്യവുമാണ്. ആ ദൗത്യം നമ്മൾ നിർവഹിക്കപ്പെടേണ്ടത് ഏതെല്ലാം രൂപത്തിലാണോ ആ രൂപത്തിലേക്ക് നമ്മൾ നിർവഹിക്കപ്പെടണം. ചിലപ്പോൾ പ്രഭാഷണങ്ങൾ കൊണ്ടായിരിക്കും ദീനെ നിലനിർത്താൻ അന്നത്തെ സാഹചര്യത്തിൽ ഉളവാക്കണമെങ്കിൽ ആ പ്രഭാഷണം കൊണ്ട് നമ്മൾ ദീനെ നിലനിർത്തണം. ചിലപ്പോൾ ഗാനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേത്തു മാർഗങ്ങളിലൂടെ ആണെങ്കിൽ ആ രൂപത്തിലൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നമ്മൾ മുൻതൂക്കം നൽകണം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മളെ കരങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ നബുവത്തിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീൻ എന്ന് പോലും വിളിച്ച ആളുകൾ, നബുവത്തുമായി കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നീട് അവിടുന്ന് ശകാരിക്കുകയും കല്ലുകൾ കൊണ്ടുള്ള അഭിസംബോധനമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നബുവത്തിന് ശേഷം ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകൻ സ്വന്തം നാട് വിട്ടുകൊണ്ട് മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോലും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ത്വായിഫിന്റെ മലയാളത്തിലേക്ക് പോയപ്പോൾ അവിടുത്തെ അന്നത്തെ അമ്മാവന്മാരുടെ അടുക്കൽ നിന്ന് പോലും കല്ലുകൾ കൊണ്ടുള്ള അഭിഷേകമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരവേൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടിയാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊനൽ ഖൈറ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ജനങ്ങളെ നന്മ കൊണ്ട് ക്ഷണിക്കപ്പെടുവാനും തിന്മ കൊണ്ട് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ. ആ സമൂഹത്തിന്റെ സംതാപനത്തിന് വേണ്ടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുള്ളതെങ്കിൽ നാം മനസ്സിലാക്കപ്പെടുന്നത് അത്രത്തോളം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമുക്കില്ല. അവരൊക്കെ നേരത്തെ ഉണ്ടാക്കി തന്ന ആ പ്രകാശദീപം കുന്തും ഖൈറു ഉമ്മ, ആ സമൂഹത്തെ കുറിച്ച് നമ്മെ കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങളാണ് ഉത്തമമായ സമൂഹം. ആ സമൂഹത്തിന്റെ ധർമ്മം കടമ എന്നുള്ള ജനങ്ങളെ നന്മ കൊണ്ട് പുറപ്പെടുവിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, നമ്മളാണ് ഉത്തമമായ സമൂഹം. ആ സമൂഹത്തിന്റെ അനുയായികളാണ് നമ്മൾ ഏവരും. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ കടമ എന്നുള്ളത് സമൂഹത്തിലേക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ധർമ്മത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാൻ നമ്മുടെ നാട് മുഴുവനും മലീനസമായിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുകൾ അന്തരീക്ഷങ്ങളൊക്കെ മുസൽമാനക്ക് ജീവിക്കാൻ പറ്റാത്ത രൂപത്തില് ഇന്ന് കാപ്പട്യങ്ങളുടെ ലോകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവനേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഷഹീദിന്റെ കൂലി ഉണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ധർമ്മത്തിനനുസരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് നീങ്ങാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബി വര്യമാർ കാണിച്ചു തന്ന മാ അന അലൈഹി വസ്ഹാബിഹി, ഞാനും എന്റെ അനുചരന്മാരുള്ള ആ മാർഗത്തിലൂടെ സഞ്ചരിക്കപ്പെടുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കപ്പെടാറുണ്ട്, അല്ലാഹുമ്മ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, ഞങ്ങളെ ഹിദായത്താക്കണമേ, അത് മുസ്തഖീമായ ഇഹ്ദിനസ് സിറാ മുസ്തഖീമൻ, ചൊവ്വായ മാർഗത്തിലൂടെ. ആ ചൊവ്വായ മാർഗമെന്ന അൻഅംത അലൈഹിം, അനുഗ്രഹിച്ചവരുടെ പാതയാണ്. ആ പാതയാണ് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നു മിനൻ നബിയീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ ആ മാർഗത്തിലൂടെയാണ് നമ്മളും സഞ്ചരിക്കപ്പെടേണ്ടത്. നമുക്കറിയാം, ചുറ്റുപാട് മലിനമാകുമ്പോൾ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാത തെന്നിമായി നമ്മൾ പോകും.
തെന്നിമാറാതെ യഥാർത്ഥമായ പാതയിലൂടെ സഞ്ചരിക്കാൻ പക്കമായി പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ദൗത്യമാണ് നിർവഹിക്കപ്പെടേണ്ടത്. അത് നമ്മൾ പ്രഭാഷണങ്ങൾ കൊണ്ടാകണമെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ കൂട്ടുകാർ, ഇന്നത്തെ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തില് നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ ആ രൂപത്തിലാകുമ്പോൾ അവരെയും ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള, ഈ സത്യമാർഗത്തിലേക്ക് അവരെ നല്ല രൂപത്തിൽ കൊണ്ടുവരുവാനുള്ള സാമാന്യമായ ബോധവും കരുത്തുമാണ് നമ്മൾ ഓരോരുത്തരും അറിയിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കപ്പെടുന്നത് ഈ മഹത്തായ ഈ സംരംഭം, ഇവിടുത്തെ മഹത്വക്കൾ ഇതിന് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്രയുള്ള ദൗത്യം നിർവഹിക്കപ്പെടുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് കൈമാറിക്കൊടുത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറും ബർക്കത്തും ദാനം ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം പ്രത്യേകിച്ചും റജബ് മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അല്ലാഹു ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഅനാ ശഹ്റ റമളാൻ. അവിടുത്തെ റജബ് മാസം ആകുമ്പോഴേക്കും സദ്ദൽ മീദർ, അവിടെ അരയൊടുപ്പൊക്കെ കെട്ടിമുറുക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിലേക്ക് ഊന്നിറങ്ങപ്പെടുന്ന ഒരു മാസമാണ് ഈ റജബ് മാസമാകുമ്പോഴേക്കും. പിന്നീട് ശഅബാൻ ആകുമ്പോൾ ഒന്നും കൂടി അതിൽ ആയത്തിലേക്കായിരിക്കും. റമദാൻ ആകുമ്പോൾ പിന്നെ പറയാൻ വേണ്ടി വരില്ല. ആ രൂപത്തില് റജബ് മുതൽ തന്നെ റമദാനിക്കൽ ഒരുക്കമായിരുന്നു മഹാന്മാരായ ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അതിനുശേഷമുള്ള മഹത്തുക്കളൊക്കെ കാണിച്ചു തന്ന മാതൃക നമുക്കുണ്ട്. റമദാൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന അങ്ങനെ, അല്ലാഹുവേ ഈ റമദാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നീടുള്ള 6 മാസവും. അതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന റമദാനിക്കുള്ള ഒരുക്കമാണ്. ഇനി ഇബാദത്തുകൾ ധന്യമാക്കിക്കൊണ്ട് ജീവിതം കൂടുതൽ ആ ആത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാര്യങ്ങളെ ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിരുവാക്കം ഉച്ചരിച്ച് മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മൾ ഇതുവരെ ഇവിടെ ചർച്ച ചെയ്തത് അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സ്നേഹവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും നമ്മൾ തിരിച്ചറിയുക. ഒരുപാട് പള്ളി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ഒന്നുമല്ല അള്ളാഹുവിന്റെ സ്നേഹവും കാരുണ്യവും കരസ്ഥമാക്കാനുള്ള എളുപ്പവഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പള്ളികൾ പലപ്പോഴും അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സ്നേഹത്തെക്കാളും അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പല പള്ളികളും. അതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾക്കത് സമ്പാദിക്കാൻ കഴിയുക എന്നും കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിനൻ നാർ. നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാളെ എനിക്കറിയാമെന്ന്. അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് അവസാനമായി പോകുന്ന ആളെ എനിക്കറിയാം. അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവർ, അവസാനമായി നരകത്തിൽ നിന്ന് വരുന്നവർ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്, വൻദോഷങ്ങൾ ഒഴിവാക്കിയാൽ അല്ലാഹു തആല ചെറുദോഷങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു തന്ന് സ്വർഗ്ഗം നൽകുമെന്ന്. വൻദോഷങ്ങൾ ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകളാണ് നാളെ അല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ അല്ലാഹു പുറത്തു തരുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ദോഷങ്ങൾ എങ്ങനെ? ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള കാത്തിരിപ്പിലൂടെ നമ്മൾ അറിയാതെ ചെയ്ത ഒരുപാട് ചെറുദോഷങ്ങളെ അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
നമ്മളാരും തൗബ ചെയ്തിട്ടില്ല. നമ്മളാരും ദുആ ചെയ്യുകയോ തൗബ ചെയ്യുകയോ ചെയ്യാതെ കഴിഞ്ഞ റമദാൻ മുതൽ ഇനി വരാനിരിക്കുന്ന റമദാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അതിനിടയിൽ അവർ ചെയ്ത ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. അസ്സലാത്തു ഇലസ്സലാത്തി കഫാറ. ഫർള് നിസ്കാരം ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് അസ്ർ നിസ്കാരം വരെയുള്ള സമയം അസ്റിനെ കാത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരാ സമയത്ത് ചെയ്ത ചെറിയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അൽ ഉംറതു ഇലൽ ഉംറതി കഫാറ. ഒരു ഉംറയിൽ നിന്ന് അടുത്ത ഉംറ വരെ ചെയ്യുന്ന സമയം ഒരുപക്ഷേ 4-5 വർഷമായിരിക്കാം ഉംറക്ക് പോയ ആളുകൾ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉംറക്ക് പോവുകയാണ്. ആ 5 വർഷങ്ങളുടെ കാലയളവിൽ അയാൾ ചെയ്ത ചെറിയ ദോഷങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകാര്യമാവണം ഉംറകൾ. അൽ ഹജ്ജു ഇലൽ ഹജ്ജി കഫാറ. ഒരു ഹജ്ജ് ചെയ്ത് അടുത്ത ഹജ്ജ് ചെയ്യുന്നത് വരെയുള്ള എത്ര വർഷമാണോ അതിനിടയിൽ കാലതാമസമുള്ളത്, ആ സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകളെ അല്ലാഹു പുറത്തു തരുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഒരുപാട് തിന്മകൾ, ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പുറത്തു തരുന്ന കാരുണ്യവാനാണ് അല്ലാഹു എന്ന് ആദ്യം തിരിച്ചറിയണം. പിന്നെയോ ഒരു സ്വലാത്തിന് അല്ലാഹു പുറത്തു തരുന്നത് 10 പാപങ്ങളാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പാപങ്ങൾ. എന്തിനേറെ അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന മിനദ് ദുനൂബി ദുനൂബാ. ചില തെറ്റുകൾ ലാ യുകഫിറുഹാ. ആ തെറ്റുകൾ നോമ്പ് നോറ്റാൽ അല്ലാഹു പുറത്തു തരൂല. ഹജ്ജ് ചെയ്താലും പുറത്തു തരൂല. ഉംറ ചെയ്താലും പുറത്തു തരൂല. നിസ്കരിച്ചാലും പുറത്തു തരൂല. പിന്നെയോ അല്ലാഹു പുറത്തു തരുന്നത് അവന് ജോലിയിലുണ്ടാകുന്ന ക്ഷീണം കാരണം അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽ ഹമ്മു ഫീ തലബിൽ മഈഷ. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളല്ലേ അല്ലെ? നിങ്ങളൊക്കെ അധ്വാനിക്കുന്നവരല്ലേ? എന്തെങ്കിലും ബിസിനസ് ആയിട്ടോ ജോലിയായിട്ടോ നിങ്ങൾക്കുണ്ടാകും, നാട്ടിലും ഗൾഫിലുമായിട്ട്. അൽ ഹമ്മു ഫീ തലബിൽ മഈഷ. ജീവിക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നതിനിടയിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന ക്ഷീണം, നമ്മൾക്കുണ്ടാകുന്ന പ്രാരാബ്ദങ്ങൾ കാരണം അല്ലാഹു നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് അൽ ഖുലുഖുൽ ഹസൻ. നല്ല സ്വഭാവം നന്നാക്കിയാൽ, സൽസ്വഭാവികളായി മാറിയാൽ, ശ്രദ്ധിക്കണേ, അല്ലാഹു പാപങ്ങൾ പുറത്തു തരാൻ വലിയ പ്രയാസങ്ങളോ വലിയ പണിയോ ഒന്നുമില്ല. അൽ ഖുലുഖുൽ ഹസൻ യുദീബുൽ ഖതായാ കമാ യുദീബുൽ ഖൽലുൽ അസൽ. ഒരു സിർഖ തേനിനെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, എങ്ങനെയാണോ കമാ യുദീബുൽ മാ, എങ്ങനെയാണോ വെള്ളം ഐസ് കട്ടയെ ഉരുക്കിക്കളയുന്നത്, വെള്ളം ഐസ് കട്ടയെ ഉരുക്കിക്കളയുന്നത് പോലെ സ്വൽസ്വഭാവികളുടെ പാപങ്ങൾ സ്വൽസ്വഭാവം കാരണത്താൽ അല്ലാഹു പുറത്തു തരുമെന്ന്, ഉരുക്കിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വഭാവം നന്നാക്കിയാൽ നമ്മൾ അറിയാതെ ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. സ്വഭാവം നന്നാക്കലോടുകൂടി നമ്മൾ അറിയാതെ, അഥവാ ജീവിതാവസാനം വരെ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവർ, എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്നവർ, ആരെയും വെറുപ്പിക്കാത്തവർ, ആരോടും മോശമായി പെരുമാറാത്തവർ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മാന്യമായി പെരുമാറുന്ന സ്വൽസ്വഭാവിയാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തെറ്റുപോലും അയാളിൽ ബാക്കി ഉണ്ടാവൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ഹദീസിന്റെ താല്പര്യം. എങ്ങനെയാണ് യുദീബുൽ ഖതായാ, എങ്ങനെയാണോ വെള്ളം ഐസ് കട്ടയെ ഉരുക്കിക്കളയുന്നത്, അതേപോലെ അല്ലാഹു തആല പാപങ്ങൾ മുഴുവനും ഉരുക്കിക്കളയുമെന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം ഒരു സംഭവം കൂടി നബി തങ്ങൾ കൂട്ടിച്ചേർത്തു. വൽ ഖുലുഖുസ്സൂ, സ്വഭാവം മോശമായാൽ, വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായാൽ, യുഫ്സിദുൽ അമല,
യുഫ്സിദുൽ അമല കമാ യുഫ്സിദുൽ ഖല്ലുൽ അസല. എങ്ങനെയാണോ സിർഖ ഒരു തേനിനെ നശിപ്പിക്കുന്നത്, അതേപോലെ ദുസ്വഭാവികളുടെ സ്വഭാവം മോശമായ ആളുകളുടെ ദുസ്വഭാവികളുടെ അമലുകളെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അടിപിടിക്ക് നിൽക്കുന്നവർ, കസേരകളും ചാറുകളും കല്ലുകളും എറിഞ്ഞ് അലങ്കോലപ്പെടുത്താൻ നിൽക്കുന്നവർ, പള്ളിയെ 2 ഭാഗമാക്കി, മദ്രസകളെ 2 ഭാഗമാക്കി, നാടിനെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നവർ, അത് ആരായാലും ശരി, ഏത് വിഭാഗക്കാരായാലും ശരി, ഏത് പാർട്ടിക്കാരായാലും ശരി, എല്ലാവരും ഈ കാര്യങ്ങളിൽ ഉത്തരവാദികളാണ്. പ്രത്യേകമായ ഒരു പാർട്ടിയെയോ ഒരു സംഘടനയോ ലക്ഷ്യം വെച്ചല്ല ഞാൻ പറയുന്നത്. ഏത് വിഭാഗക്കാരായാലും ശരി, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളുടെ അമല് മുറിഞ്ഞു പോകും. പള്ളി നിർമ്മിച്ചിട്ട് കാര്യമില്ല, മദ്രസ നിർമ്മിച്ചിട്ട് കാര്യമില്ല. അവരുടെ അമൽ അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അമല് പോലും ബാക്കിയുണ്ടാവൂല. എങ്ങനെയാണോ ഒരു സുർക്കത്തേനിനെ നശിപ്പിക്കുന്നത്, അതേപോലെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോ പള്ളി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ മദ്രസകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, സ്വഭാവം മോശമായതിന്റെ പേരിൽ ഒരു അമലും അല്ലാഹു നാളെ സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വഭാവം വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും പഠിക്കണമെന്നും ജീവിതത്തിൽ പകർത്തണമെന്നും ഹദീസ് കാണാം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും പഠിക്കണം. എന്താണ് അല്ലാഹുവിന്റെ സ്വഭാവം? മാപ്പ് നൽകുന്നവനാണ്, ഗഫൂറാൻ, റഹീമാൻ, തെറ്റുകൾ മറച്ചു വെക്കുന്നവനാണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ട് റബ്ബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിനൻ നാർ. നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളെ എനിക്കറിയാം. ഒരാളെ കൊണ്ടുവരുമത്രേ. എന്നിട്ട് അല്ലാഹു പറയും, അയാളുടെ മുഴുവൻ വൻദോഷങ്ങളെയും മായ്ച്ചു കളയാൻ. വൻദോഷമുള്ളത് കൊണ്ടാണല്ലോ നരകത്തിൽ കിടന്ന്. ഞാൻ പറഞ്ഞ വിഷയം വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ഒരാളുടെ വൻദോഷമുണ്ട്, അയാൾ തൗബ ചെയ്യാതെ മരിച്ചുപോയി. വൻദോഷങ്ങൾ ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയി. അത്തരം ആളുകൾക്കാണ് അല്ലാഹു നാളെ നരകം നൽകുക. അങ്ങനെ ഈ വൻദോഷങ്ങൾ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു നരകത്തിലിട്ട് കരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. നരകത്തിന്റെ അദാബിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നരകത്തിൽ കിടന്ന് ശരീരമാസകലം വെന്തുരുകി വർഷങ്ങളോളം ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് പ്രയാസപ്പെട്ട് അല്ലാഹു തആല ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയെല്ലാം കഴിയുമ്പോഴാണ് അയാളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് മലക്കുകളോട് പറയുന്നത്, അയാളുടെ എല്ലാ തെറ്റുകളും നിങ്ങൾ മായ്ച്ചു കളയണം, വൻദോഷങ്ങളെല്ലാം മായ്ച്ചു കളയണം. കാരണം അതിന്റെ പേരിൽ നരകത്തിലിട്ട് ഞാൻ അവരെ ശിക്ഷിച്ചിരിക്കുകയാണ്. പിന്നെയോ വസലൂഹു അൻ സിഗാരിഹാ. അയാളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുദോഷങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യണം. ചെറിയ ദോഷങ്ങൾ, ചെറിയ പാപങ്ങൾ, അങ്ങനെ ഓരോന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. മലക്കുകൾ ചോദിക്കുകയാണ്, അമിൽത യൗമ കദാ വകദാ. ഇന്ന ദിവസം നീ ഇത് ചെയ്തില്ലയോ? ഇന്ന ദിവസം നീ ഇത് ചെയ്തിട്ടില്ലേ? ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. വഅമിൽത യൗമ കദാ വകദാ. മറ്റൊരു ദിവസം നീ ഇതും ചെയ്തിട്ടില്ലേ? ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നായി അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് അയാൾക്ക്. അയാൾ പറയുന്നു, നഅം, അതെ, ഉണ്ട് റബ്ബേ, ഞാൻ ചെയ്തിട്ടുണ്ട്. ലാ യസ്തതിഉ അൻ യുൻകിറ മിൻ ദാലിക. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. കാരണം എല്ലാം വളരെ വ്യക്തമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ.
എല്ലാം വളരെ വ്യക്തമായി അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചെറുതും വലുതും, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത് എല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴും ഒഴിഞ്ഞു മാറാൻ കഴിയാതെ അവസാനം അള്ളാഹു എല്ലാം പറഞ്ഞപ്പോ അള്ളാഹു പറയാണ്, ഫഇന്നലക ബികുല്ലി സയ്യിഅത്തിൻ ഹസന, നീ ചെയ്ത ചെറുദോഷങ്ങളെയെല്ലാം ഞാൻ പുണ്യമുള്ള നന്മയാക്കി മാറ്റിമറിച്ചിരിക്കുകയാണ്. നീ നാട്ടിൽ ചെറിയ ചെറിയ തെറ്റൊക്കെ ചെയ്തിട്ടില്ലേ, ആ തെറ്റുകളെ ഞാൻ നന്മയാക്കി മാറ്റിമറിച്ചിരിക്കുകയാണ്. നീ ചെയ്ത തെറ്റുകളെ ഞാൻ നന്മയാക്കി മാറ്റിമറിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് പറയുമ്പോൾ ഫഇന്ന ലക ബികുല്ലി സയ്യിഅത്തിൻ ഹസന, നീ ചെയ്ത എല്ലാ തെറ്റുകളെയും ഞാൻ നന്മയാക്കി മറിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, യാ റബ്ബ്, അല്ലാഹുവേ, അമിൽതു അശിയാ ലാ അറാഹാ ഹാഹുനാ, ഞാൻ ഇത്രയൊന്നുമില്ല, ഇനിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഇതുവരെ ചെയ്ത തെറ്റുകൾ നിഷേധിക്കാൻ നിന്നു. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ. പക്ഷെ കഴിയുന്നില്ല. കാരണം اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. കൈകളാണ് തെളിവ് പറയുന്നത്, കാലുകളാണ് സാക്ഷി നിൽക്കുന്നത്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. മാറി നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ പ്രതിഫലം തരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞൊരു നുണ, ആ നുണക്ക് പകരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന്റെ കൂലി. വലിയ ഓഫറല്ലേ? അല്ലാഹു ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നീ ചെയ്ത നീ ഒരു പറഞ്ഞ പച്ചക്കള്ളം, അതേപോലെ നീ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ, അതൊക്കെ ഞാൻ ഇന്ന് നിനക്ക് സുന്നത്ത് നിസ്കരിച്ച കൂലി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വലാത്ത് ചൊല്ലിയ കൂലി, ദിക്ർ ചൊല്ലിയ പ്രതിഫലമായിട്ട് ഞാൻ തരാൻ. അപ്പൊ നോക്കുമ്പോ അയാൾ പറയാണ്, പഠിച്ചോനെ, ഞാൻ ഇത്രയൊന്നുമല്ല, അമിൽതു അശിയാ ലാ അറാഹാ ഹാഹുനാ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, അതിനെല്ലാം നീ നന്മയാക്കി മറിക്കണം. ഞാൻ ചെയ്ത തെറ്റുകളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് അവസാനമായി നരകത്തിൽ നിന്ന് വരുന്ന ആൾ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ചിരിക്കുകയുണ്ടായി. നേരത്തെ നിഷേധിച്ച ആൾ നന്മയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ തെറ്റുകൾ ഇനിയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് ചിരിച്ചു. അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇല്ലാ മാ തബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. എത്ര വലിയ തെറ്റു ചെയ്താലും, ഫലപാതകം നടത്തിയാലും, വ്യഭിചാരം നടത്തിയാലും, തോന്നിവാസങ്ങൾ ചെയ്താലും, വൻദോഷങ്ങൾ ചെയ്താലും, അതിൽ നിന്ന് മാറി നിന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അള്ളാഹു അവർക്ക് നൽകാൻ പോകുന്നത് യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. അല്ലാഹു തെറ്റു ചെയ്തിട്ട് തൗബ ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് യുളാഅഫു ലഹുൽ അദാബു, അവർക്കുള്ള ശിക്ഷ അല്ലാഹു ഇരട്ടിയാക്കുമെന്നാണ് പറഞ്ഞത്. തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചു പോകുന്ന ആളുകൾ യുളാഅഫു ലഹുൽ അദാബ്, ശിക്ഷ ഇരട്ടിയാവും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വയഖ്ലുദു ഫീഹി മുഹാനാ, നിന്ദ്യരായി, നീചരായി, നികൃഷ്ടരായി അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചു പോകുന്ന ആളുകൾ, വൻദോഷങ്ങൾ ചെയ്തിട്ട്. ഇനി തെറ്റ് ചെയ്ത ഒരാൾ തൗബ ചെയ്യാൻ തയ്യാറായാലോ? ഇല്ലാ മാ തബ വആമന വഅമില അമലൻ സാലിഹാ, തൗബ ചെയ്തു ഒരാൾ, പിന്നെ ആ പഴയ തെറ്റുകൾ ആവർത്തിച്ചില്ല. വഅമില അമലൻ സാലിഹാ, പിന്നെ നല്ലത് മാത്രം ചെയ്തു ജീവിച്ചാൽ ഫഉലൈക
فأولئك يبدل الله سيئاتهم حسنات. ഇന്നലെ വരെ തെറ്റ് ചെയ്തിരുന്ന ഒരാൾ ഇന്നത്തോടുകൂടി മാറാനും നന്നാവാനും തീരുമാനിച്ചാൽ, തൗബ ചെയ്ത് ഇന്നലത്തെ തെറ്റിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ, അള്ളാഹു പറയുന്നത് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ തെറ്റുകളെ, ഇന്നലെ വരെ ചെയ്ത തെറ്റുകളെ ഇന്നത്തോടുകൂടി അള്ളാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മളെല്ലാം നാളത്തോടുകൂടി പൂർണ്ണമായി നന്നാവാൻ തീരുമാനിച്ച് നന്നാവുകയാണ്. അങ്ങനെ തൗബയൊക്കെ ചെയ്ത് പഴയ കാല തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് അബൂ ലക ബിദംബി ഫഗ്ഫിർലി, പടച്ചോനെ ഞാൻ തെറ്റ് അംഗീകരിക്കുന്നു, എനിക്ക് നീ മാപ്പ് താ, ഇനി തെറ്റൊന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വരെ ചെയ്ത എല്ലാ തെറ്റുകളെയും അള്ളാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന്, അതിനൊക്കെ പ്രതിഫലം തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് ഉണ്ടെങ്കിൽ വേഗം കൊടുത്തോളി സംഘാടകര്, ബക്കറ്റൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ. ഇതാണ് അള്ളാഹു. ഈ റബ്ബിനെയാണ് നമ്മൾ തിരിച്ചറിയാതെ പോയത്. പലരും അള്ളാഹുവിലേക്ക് അടുക്കാതിരിക്കുന്നത് പടച്ചോൻ എനിക്ക് പുറത്തു തരുമെന്ന് പേടിച്ചിട്ടാണ്. ഞാൻ ഇത്ര തെറ്റ് ചെയ്തു, ഇനി എന്നെ റബ്ബ് സ്വീകരിക്കോ എന്ന പേടിയാണ്. അവരോടാണ് അള്ളാഹു പറഞ്ഞത് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവരുത്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ നിരാശരാവണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. ഇനി കേൾക്കണം, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? നിസ്കരിക്കുന്നവരോടാണോ? അല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തഹജ്ജുദ് നിസ്കരിക്കുന്നവരോടാണോ? അല്ല. പിന്നെ ആരോട്? സകാത്ത് കൊടുക്കുന്നവരോടോ സദഖ കൊടുക്കുന്നവരോടോ? അല്ല. അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്നത് അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നവർ ആരാണ്? അവരോടാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളോടാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാരെ? നമ്മളൊക്കെ സദസ്സിൽ കുറെ ആളുകൾ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും പടച്ചോൻ ഇഷ്ടപ്പെടുന്നത് ആരായിരിക്കും? നമ്മുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ വർക്ക്, സാമൂഹിക സേവനം ചെയ്യുന്ന ആളുകൾ, പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഇഖ്ലാസോടുകൂടി പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് അവരോടായിരിക്കും അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവുക. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അതുകൊണ്ട് വെറും തസ്ബീഹ് മാല മാത്രം പിടിച്ച് ജീവിക്കരുത്. വെറും നിസ്കാരം, പള്ളി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് പോവാ, തിരിച്ചു വരിക, ഞാൻ എന്റെ കുടുംബം, ഇത് മാത്രമായിട്ട് ജീവിതം ഒതുക്കരുത്. ഒന്ന് പൊതുജനങ്ങളിലേക്ക്, നാട്ടിലേക്ക് ഇറങ്ങുക, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുക, സാമൂഹിക സേവനം ചെയ്യുക, ജനങ്ങളെയൊക്കെ സഹായിക്കുക, ജനങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക, പൊതുപ്രവർത്തനങ്ങളിൽ, ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാവുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, അവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല.
അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണ്? സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സന്തോഷം നൽകലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്? ഏതാ? തഹജ്ജുദ് നിസ്കരിക്കലാണോ? നോമ്പോക്കലാണോ? അല്ല. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, നിന്റെ സഹോദരന് സന്തോഷിപ്പിക്കുക, അതാണ് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമല്. അപ്പൊ നമ്മൾ കുറെ ഈ ഖുർആൻ ഓതിയിട്ടും ജനങ്ങളോട് തീരെ ബന്ധമില്ലാതെ ഇബാദത്ത് എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ജനങ്ങളോട് ബന്ധമില്ലാതെ നാട്ടുകാരെ വെറുപ്പിച്ചിട്ട്, കുടുംബക്കാരെ വെറുപ്പിച്ചിട്ട്, വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് നിങ്ങൾ കൊട്ടക്കണക്കിന് അമല് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ അമലിന്റെ കൂടെ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാനും സുറൂറുൻ സഹായിക്കാനും അവരോട് സഹകരിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാം. യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക. ഒരു സഹോദരൻ, നിന്റെ സഹോദരൻ ആരുമായിക്കോട്ടെ, നിന്റെ അപ്പുറത്തുള്ള അയൽവാസി, മുസ്ലിം ആയാലും അല്ലേലും, നിന്റെ കൂടെയുള്ള ആളുകൾ, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, നിന്റെ കൂടെ പഠിക്കുന്നവർ, നിന്റെ നാട്ടിലുള്ളവർ, നിന്റെ ചങ്ങാതിമാർ, അവരൊക്കെ സന്തോഷിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. അള്ളാഹു പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന സ്വഭാവത്തിനാണ് അള്ളാഹു പ്രാമുഖ്യം നൽകിയത്. സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഒന്നാമതായി പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതെന്ന് എന്നോട് പറഞ്ഞു തരുമോ അബൂ ഹുറൈറ തങ്ങൾ? സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതാണെന്ന് പറഞ്ഞു തരുമോ നബിയേ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകിയത്, അഫ്ശുസ് സലാമ, ജനങ്ങൾക്ക് ദുആ ചെയ്യുക, ജനങ്ങൾക്ക് ദുആ ചെയ്യുക. എന്താ സലാം എന്ന് പറഞ്ഞാൽ? സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് ദുആ ചെയ്യുക, അഫ്ശുസ് സലാം. അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടം സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പവഴി ജനങ്ങൾക്ക് ദുആ ചെയ്യലാണ്. എന്താ ദുആ? എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, അല്ലാഹു നിനക്ക് രക്ഷ നൽകട്ടെ, അല്ലാഹു നിനക്ക് സമാധാനം നൽകട്ടെ, അല്ലാഹു നിനക്ക് ആശ്വാസം നൽകട്ടെ. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേഗം സ്വർഗത്തിലെത്താൻ. എങ്ങനെയുണ്ട്? സ്വർഗത്തിലേക്ക് എങ്ങനെ എത്തുക? നന്നായി സലാം പറയാ, അഫ്ശുസ് സലാം. നന്നായി സലാം പറയുന്ന ആളുകൾ അഫ്ശുസ് സലാം. ആരോടാണ് സലാം പറയേണ്ടത്? വലിയവരോടും ചെറിയവരോടും ചങ്ങാതിമാരോടും കണ്ടവരോടൊക്കെ സലാം പറയാ. എല്ലാരോടും സലാം പറയാം. സലാം അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. വഅലൈക്കും സലാം, നിങ്ങൾക്കും. ഇതിനിപ്പോ സ്വർഗത്തിൽ തന്നെ എന്താ ഉള്ളത്? അല്ലാഹു പ്രാധാന്യം നൽകുന്നത് പൊതുജനങ്ങളുടെ പ്രവർത്തനത്തിലാണ്, ജനങ്ങളോടുള്ള കാരുണ്യ പ്രവർത്തനത്തിലാണ് അല്ലാഹുവിന് താല്പര്യം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭജനം ഭൂജനയും ആരാധനയും ഹേ നിർത്തുക സാധു എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. നിന്റെ ഭജനവും നിന്റെ തസ്ബീഹുമല്ലും തസ്ബീഹ്മാലയും ജപമാലയും എല്ലാം നീ നിർത്ത്. അവിടെ ഒന്നല്ല റബ്ബുള്ളത് റോഡിന്റെ സൈഡിൽ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കൂലിപ്പണിക്കാരന്റെ അടുത്താണ് എന്നർത്ഥമുള്ള ഒരു കവിത. അതേപോലെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് തസ്ബീഹും ചൊല്ലി, ഖുർആൻ ഓതി, ദിക്റും ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി ആടിങ്ങനെ ചടഞ്ഞിരിക്കുന്നതിനേക്കാളും പടച്ചോന് ഇഷ്ടം എന്താ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. കാരണം എന്തേ? നമ്മളും അല്ലാഹുവിന്റെ അടിമയാണ്, അവരും അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയെ സഹായിക്കലാണ് അല്ലാഹുവിന് ഇഷ്ടം. അഫ്ശുസ് സലാം, നിങ്ങൾ നന്നായി സലാം പറയണം. ആരോടാണ് സലാം പറയേണ്ടത്? അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, നിങ്ങൾക്ക് ഞാൻ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു തന്ത്രം പഠിപ്പിച്ചു തരട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്നേഹം കൂടാനുള്ള വഴി പഠിപ്പിച്ചു തരട്ടെ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊടി ഉണ്ടാവൂല, പിന്നെ കസേരേറുണ്ടാവൂല, കല്ലേറുണ്ടാവൂല, അതൊക്കെ നിർത്തണം. എന്താ വഴി? അഫ്ശുസ് സലാം, നിങ്ങൾ സലാം പറയും. ഇതിപ്പോ സംഘടനക്കാരോട് സലാം പറയില്ലല്ലോ, പാർട്ടി മാറിയ സലാമില്ലല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? പാർട്ടി മാറിയ സലാമില്ല, സംഘടന മാറിയ സലാമില്ല, പിന്നെ എന്ത് സലാം, എന്ത് മുസ്ലിം? അങ്ങനെ കാരാ പറഞ്ഞു. സംഘടനയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടനയിൽ പ്രവർത്തിച്ചു, അതൊന്നല്ല ഇവിടെ വിഷയം. പക്ഷേ സ്വഭാവം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി. മറ്റു സംഘടനക്കാരനെ കാണുമ്പോൾ ഞാൻ സലാം പറയൂല, മറ്റേ പാർട്ടിക്കാരനെ കാണുമ്പോൾ അവന്റെ കൂടി മറ്റേ കളറാനും നമുക്ക് പറ്റൂല. അതിനൊന്നുമില്ല. വ്യക്തികൾക്ക് എന്തോ ആവാം, ഓരോ ആളുകളുടെ ചോയ്സാണ്, ഓരോ ആളുടെ ഇഷ്ടമാണ്. ഇങ്ങ് ഏത് പാർട്ടി, ഏത് സംഘടന.
പക്ഷേ മുസ്ലിമീങ്ങളായ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ കാണുമ്പോ സലാം ചെല്ലാൻ പഠിപ്പിച്ചത് എല്ലാരോടും സലാം പറയാം. നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഭാര്യയോട് സ്നേഹം കൂടണോ? ഇടക്കിടക്ക് സലാം പറഞ്ഞോളി ഭാര്യയോട്. അസ്സലാമു അലൈക്കും. സലാം. കുച്ചില് പോയി കിച്ചണിൽ പോയി, ഭാര്യ കിച്ചണിലാണ്. കാസർഗോഡ് ഭാഷയിൽ കുച്ചിൽ എന്നാ പറയാ. കിച്ചൺ നിങ്ങളെ എന്താ പറയാ? കിച്ചൺ കിച്ചൺ കുച്ചിൽ എന്ന് പറയും കാസർഗോഡ് ഭാഷയിൽ. അപ്പോ കിച്ചണിൽ പോയി ഭാര്യ എന്തെങ്കിലും ചായ വെക്കാണ്. അപ്പൊ കിച്ചണിലേക്ക് പോകുമ്പോ ഭാര്യ അടുക്കളയിലാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയാ ഭാര്യയോട്. തിരിച്ച് റൂമിൽ വന്നിട്ട് ഇരുന്നു. ഭാര്യ ചായ കൊണ്ടുവരുമ്പോ ഭർത്താവ് മുറിയിലുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മുറിയിൽ കയറാം. ഇതൊക്കെ സ്നേഹം കൂടാൻ കാരണമാവുന്നതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തൊക്കെ കാണാൻ പറ്റും. നന്നായി സലാം ചൊല്ലിക്കോളി. മക്കളോട് സലാം ചൊല്ലണം. ഉപ്പയോട്, മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, ചങ്ങാതിമാരോട്, നിങ്ങളുടെ ശത്രുക്കളോട് എല്ലാരോടും സലാം പറയും. അതോടുകൂടി ശത്രുക്കൾ ചങ്ങാതിയായിട്ട് മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള വഴി എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പഠിപ്പിച്ചത് അഫ്ശുസ്സലാം. അബൂ ഹുറൈറ, സലാം പറയണം എല്ലാ ആളുകളോടും, എന്നാ സ്വർഗ്ഗത്തിലെത്താം. പിന്നെയോ രണ്ടാമതായി പറഞ്ഞത് അത്ഇമുത്ത്വാം, ജനങ്ങൾക്ക് ഭക്ഷണം നൽകണം. അവിടെയും പറഞ്ഞില്ല നിസ്കരിക്കാൻ, അവിടെയും പറഞ്ഞില്ല ഹജ്ജ് ചെയ്യാൻ, അവിടെയും പറഞ്ഞില്ല നോമ്പോക്കാൻ. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇടക്കിടക്ക് ചങ്ങാതിമാരൊക്കെ വിളിച്ചിട്ട് കുളപ്പുറത്തൊക്കെ പോയിട്ട് നല്ല പാർട്ടി കൊടുക്കുക. അല്ലെ, ഇവിടെ നിങ്ങളുടെ നാട്ടിൽ മെയിൻ ഭക്ഷണത്തിന്റെ ഏരിയ ചങ്കുവെട്ടിയോ, ചെമ്മാട്, എവിടെ? കുളപ്പുറം. അടുത്ത ടൗൺ ഏതാണ്? കോട്ടക്കല്. കോട്ടക്കല് പിന്നെ ആയുർവേദ അതല്ലേ അറിയപ്പെട്ടത്. അപ്പോ ഭക്ഷണം കൊടുത്താല് സ്വർഗം കിട്ടുമെന്ന്. കുടുംബക്കാരെ, നാട്ടുകാരെ, ചങ്ങാതിമാരെ, പിന്നെ സഹപാഠികളെ, സഹപ്രവർത്തകരെ, ഇവരൊക്കെ വിളിച്ചിട്ട് ഇടക്കിടക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാല് 10,000 പൊടിച്ച് വലിയ ആടും പോത്തും വെക്കണമെന്നല്ല. നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കുന്ന നല്ല മാധുര്യമുള്ള നല്ല ടേസ്റ്റി ഫുഡ്, അതെന്ത് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, കൊടുക്കുക. ഇതൊക്കെ സ്നേഹം കൂടാൻ കാരണമാകും. ഇവിടെയും നബി തങ്ങൾ പരിഗണന നൽകിയത് പൊതുജനങ്ങൾക്കാണ്. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. സ്വർഗത്തിലെത്താൻ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. മൂന്നാമതായി ചോദിച്ചു, പിന്നെ എന്ത് നബിയെ? പിന്നെയും പറഞ്ഞു വസിലുൽ അർഹാം, കുടുംബക്കാരോട് വളരെ മാന്യമായി പെരുമാറണം. അവിടെയും പൊതുജനം തന്നെ. സ്വന്തം കാര്യമല്ല. അള്ളാഹ്ക്കൊരു നിങ്ങളെ ആവശ്യമില്ല. അമല് അള്ളാഹ്ക്ക് നിങ്ങളെ അമല് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പൊതുജനങ്ങളോട് നന്മ ചെയ്യും. കുടുംബക്കാരോട് മാന്യമായി പെരുമാറി കുടുംബബന്ധം ചേർക്കണം. ആരോടും പിണങ്ങരുത്, ആരോടും മോശമായി പെരുമാറരുത്. അടിക്കുകയോ ഇടിക്കുകയോ കേസുകൾ ഫയൽ ചെയ്യുകയോ ചെയ്യരുത്. തർക്കങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് മാപ്പ് നൽകണം. ജനങ്ങൾക്ക് മാപ്പ് നൽകണം. ദേഷ്യം കടിച്ചു പിടിക്കണം. ഇവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം നൽകുക. ഇവർക്കാണ് സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്. ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മത്സരിക്കണം. എങ്ങനെയാണ് മത്സരിക്കുന്നത്? ആർക്കാണ് ആ സ്വർഗമുള്ളത്? മുത്തഖീങ്ങളായ ആളുകൾക്ക്. അല്ലദീന യൂഫികൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ. ഇങ്ങോട്ടടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു, ഇങ്ങോട്ടടിച്ച് അങ്ങോട്ട് കൊടുക്കലല്ല. ഇങ്ങോട്ട് മോശമായി പെരുമാറിയാല് അങ്ങോട്ട് പാര വെക്കലല്ല, വൈരാഗ്യം വെച്ച് നടക്കലല്ല. കുഴപ്പമില്ല, പാവല്ലേ, അറിയാതെ ചെയ്തതല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകി. ഇത് കഴിയോ നിങ്ങൾക്ക്? നമ്മുടെ ഈഗോ വെച്ച് നോക്കുമ്പോൾ ഇത് കഴിയോ? നമ്മളെങ്ങനെങ്കിലും ഒന്ന് താഴെ ഇരുത്തണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് മാപ്പ് നൽകാൻ നമുക്ക് കഴിയോ? അത് കഴിയാത്ത നമ്മുടെ ഈഗോയുടെ ഭാഗമാണ്. ഒരു ചെറിയൊരു അഹങ്കാരം ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റും. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? അഹങ്കാരം തീരെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെന്നൊക്കെ എനിക്ക് തീരെ കിബിറില്ല എന്ന് പറയുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് ഒരാളുണ്ട്. ഒരാളെ ഈ സദസ്സിൽ സ്വർഗത്തിൽ പോകുള്ളൂ എന്നർത്ഥം.
കിബറിന്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ തന്നെ സംഭവിച്ചു കുറച്ച് കിബറുണ്ട്, അപ്പൊ സ്വർഗത്തിൽ കിടക്കുമോ? ആകെ ഒരാളിപ്പോ സ്വർഗത്തിൽ കിടക്കുള്ളൂ. പഠിച്ചോനെ നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, സ്വർഗത്തിൽ കിടക്കുന്ന ആള്. അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ. അപ്പൊ ചെറിയൊരു കിബറിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് മാപ്പ് നൽകാനൊന്നും പറ്റാത്തത്. കിബറില്ലേ എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കും, അടിച്ചാലും ഉണ്ടൂല. അത് കഴിയണം നമ്മൾക്ക്. മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ അടിമ സ്ത്രീ കറിയുമായി വരാണ്. ഗസ്റ്റ് വന്നു, അതിഥി വന്നപ്പോ കറിയുമായിട്ട് അടുത്തേക്ക് വന്നു. കട്ടകാലത്തിൽ കറിയുടെ ചൂട് കാരണം കയ്യിൽ നിന്ന് വീണു. യജമാനന്റെ കുപ്പായത്തിലേക്കും കൈകളിലേക്കൊക്കെ കറി തെറിച്ചു വീണു. കുപ്പായം മലിനമായി, കൈകളൊക്കെ എന്തായി, ചൂടായി. അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇങ്ങനെ അടിക്കാൻ നിൽക്കുമ്പോ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടില്ലേ ദേഷ്യം കടിച്ചു പിടിക്കുന്നവർക്കാണ് അള്ളാഹു സ്വർഗം നൽകുന്നത് എന്ന്. അപ്പൊ മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാൻ എന്റെ ദേഷ്യം കടിച്ചു പിടിച്ചു. എന്നാൽ രണ്ടാമത്തെ ആയത്ത്, അത് കഴിഞ്ഞ തൊട്ടുടൻ ഒരു ആയത്തുണ്ട്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർക്കും അള്ളാഹു സ്വർഗം നൽകും. അപ്പൊ ഞാൻ നിനക്ക് മാപ്പ് തന്നു. എന്റെ കൈയിലേക്ക്, ശരീരത്തിലേക്ക് നീ കറി മറിച്ചതും എന്റെ കൈ വേദനിച്ചതും ഡ്രസ്സ് മലിനമായതും ഞാൻ നിനക്ക് മാപ്പ് തന്നു. അതിന്റെ ശേഷം മറ്റൊരായത്ത് കൂടിയുണ്ട്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ്, അതും കൂടി നിങ്ങൾ ചെയ്തേക്ക്. അപ്പൊ പറഞ്ഞു, ഞാൻ നിന്നെ മോചിപ്പിക്കുകയാണ്. അടിമ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നന്മ ചെയ്യാണ്, ഞാൻ നിന്നെ മോചിപ്പിക്കുകയാണ്, ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്. ഇതിപ്പോ എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? അടി കിട്ടേണ്ട പെണ്ണിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. മനസ്സിലാക്കണം. നമ്മളാണെങ്കിൽ നമ്മുടെ അടിമസ്ത്രീ പോട്ടെ, ഭാര്യയോ മക്കളോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അടുത്തത് അടിയാണ്. എങ്ങാനും പാത്രം കഴുകുന്ന സമയത്ത് കൈകളിൽ നിന്ന് പാത്രം ഇട്ടുകൊടുക്കുന്ന ശബ്ദം കേട്ടാ ഭർത്താവ് അകത്തേക്ക് പോയിട്ട്, മേട്ട നിനക്ക് എന്തൊരു കണ്ണ് കാണുന്നില്ലെന്ന് ചോദിച്ചിട്ട് മേടലാണ്. പല വീട്ടിലെ അവസ്ഥ ഇതാണ് അല്ലേ? നിങ്ങള് പെണ്ണുങ്ങളോട് ചോദിച്ചോക്കൊണ്ടത് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴേ പുതിയ ഭർത്താക്കന്മാർ എങ്ങനെയെന്ന് അറിയില്ല. പഴയ കാലത്തെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു അല്ലെ? സൗണ്ട് കേട്ടാലൊന്നും പിടിക്കില്ല, പെണ്ണുങ്ങളോട് കയർക്കും. സൗണ്ട് കേട്ടാൽ എന്തെങ്കിലും നിലത്ത് വീഴുന്നതൊക്കെ കണ്ടാൽ പൊട്ടിപ്പോയാൽ, കട്ടകാലത്തിന് എന്തെങ്കിലും വീണ് പൊട്ടിപ്പോയാൽ വിടൂല്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പൊട്ടാതെ വെച്ചാൽ കച്ചവടം നടക്കുമോ? ഷോപ്പിൽ കച്ചവടം നടക്കണ്ടേ? ഇതിപ്പോൾ പൊട്ടാതെ 1947 ഉപയോഗിച്ചതൊക്കെ 2018 ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് എങ്ങനെ നടക്കുക? ഇവരൊക്കെ പൂട്ടിപ്പോകൂലേ? എന്നാല് പെണ്ണുങ്ങളെ പാത്രം മുണ്ണാൻ വലിയ പ്രശ്നമാണ്. ഈ വീട്ടിലെ ഭർത്താവ് ബൈക്ക് ഓടിക്കുന്ന ആളാണ്. അത് മാസാമാസം കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല, അതിന് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് വീണാൽ അതിനെ പിന്നെ മറ്റെവിടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് 10,000 ചെലവഴിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു 100 രൂപയുടെ ഒരു പാത്രം വീണാ വീട്ടിലെ പ്രശ്നമാണ്. എല്ലാം പൊട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിർത്തണം. അതൊക്കെ മോശമാണ്, വളരെ മോശമാണ്. അപ്പൊ ഇവിടെ കറിയുടെ പാത്രം മറിഞ്ഞ ഒരു പെണ്ണിന് അടി കിട്ടുന്നതിന് പകരം മൈമൂൻ ഇബ്നു മിഹ്റാൻ ആ പെണ്ണിനെ മോചിപ്പിക്കുകയാണ്, സ്വതന്ത്രയാക്കുകയാണ് ചെയ്തത്. എന്താ കാരണം? ദേഷ്യം കടിച്ചു പിടിക്കണം, ജനങ്ങൾക്ക് മാപ്പ് നൽകണം. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. നന്മ ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഇങ്ങോട്ട് മോശമായി പെരുമാറിയവർക്ക് അങ്ങോട്ട് പോയി ഒരു ചോക്ലേറ്റ് കൊടുക്കുക, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ആൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റും കൊണ്ടുപോവാ. കുടുംബക്കാര് തെറ്റിയിരിക്കാണ്, പോലീസിൽ കേസൊക്കെ കൊടുത്ത കുടുംബക്കാരാണ്, കുഴപ്പമില്ല അതൊക്കെ മറന്നിട്ട് ഒരു ദിവസം രാവിലെ ഭാര്യ മക്കളൊക്കെ കൂട്ടി നല്ലൊരു 500 രൂപ ചെലവിക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കും. അപ്പൊ എല്ലാ കേസ് പിൻവലിക്കവര്, ഇവരോടാ ഞാൻ ഇങ്ങനെ പെരുമാറിയത്, വേണ്ടായിരുന്നല്ലോ പഠിച്ചോനെ. പിന്നെ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് ആ കേസൊക്കെ പിൻവലിച്ചു, എനിക്കൊരു പരാതിയില്ല എന്ന് പറയും. അത് ചെയ്യാം നമ്മള്. والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സ്വഭാവം ഇതാണ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വഭാവം സിദ്ധിച്ച് നിങ്ങളും ജനങ്ങൾക്ക് മാപ്പ് നൽകണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ജനങ്ങളോട് വളരെ മാന്യമായി പെരുമാറണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മൂന്നാമത് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള അമൽ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത് സിലത്തുൽ അർഹാം, കുടുംബക്കാരോട് വളരെ മാന്യമായി പെരുമാറണം, ആരോടും പിണങ്ങരുത്.
എന്താണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് പോയി നല്ല രീതിയിൽ പെരുമാറലാണ് കുടുംബബന്ധം. ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്ക് അങ്ങോട്ടും വിളിക്കാം, ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച് അങ്ങോട്ടേക്ക്, ഇതല്ല കുടുംബബന്ധം. ആഴ്ചയിലേക്ക് ഇങ്ങോട്ട് ഫോൺ വിളിക്കാറുണ്ട്, അവർക്ക് തിരിച്ചു ഫോൺ വിളിക്കുക, ഇതല്ല കുടുംബബന്ധം. ഇങ്ങോട്ട് ഇടയ്ക്കിടെ വരാറുണ്ട്, അവരുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ അങ്ങോട്ടും പോവാറുണ്ട്, ഇതല്ല കുടുംബബന്ധം. കുടുംബബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത, നിങ്ങളോട് മോശമായി പെരുമാറുന്ന, നിങ്ങൾക്ക് ഫോൺ ചെയ്യാത്ത, നിങ്ങൾക്ക് പാര വെക്കുന്ന നിങ്ങളുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുക, അവരെ പോയി കാണുക, അവരുടെ വീട്ടിലേക്ക് സമ്മാനങ്ങളായിട്ട് പോവുക. നിന്നോട് അക്രമം പ്രവർത്തിച്ചവർക്ക് മാപ്പ് നൽകുക, അതേപോലെ നിന്നോട് മോശമായി പെരുമാറുന്നവരോട് നീ നല്ല ബന്ധം വെക്കുക. ഇതാണ് കുടുംബബന്ധം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചെയ്യാൻ കഴിയോ? ഇത് ചെയ്യാൻ കഴിയോ? എങ്കിൽ സ്വർഗുണ്ട്, എങ്കിൽ സ്വർഗുണ്ട്. നിങ്ങൾ വിചാരിച്ചു കുടുംബബന്ധം ചേർക്കാന്ന് വിചാരിച്ചാല് എന്നെ കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ അയാളും കല്യാണത്തിന് വിളിക്കുക, എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അയാൾ വിളിക്കാതിരിക്കുക, എന്റെ കല്യാണത്തിന് വന്ന അയാളുടെ കല്യാണത്തിന് ഞാൻ പോവാ, എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ ഞാൻ അയാളുടെ കല്യാണത്തിന് പോവാതിരിക്കുക. ഇത് കുടുംബബന്ധം, ഇത് ബിസിനസ്സാണ്, ഇത് കച്ചവടാണ്. എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ അയാളുടെ കല്യാണത്തിന് ആദ്യം പോണം, അതാണ് കുടുംബബന്ധം. എന്നെ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ അയാളെ ആദ്യം വിളിക്കണം, അതാണ് കുടുംബബന്ധം. ഈ രീതിയിൽ കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായിട്ടാണ് അല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത്. നാലാമതായിട്ടാണ് അല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത്. ഏതാണ് ആ വിഷയം? അസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് 4 റക്അത്ത് നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി തഹജ്ജുദ് നിസ്കരിക്കലാണ്. തഹജ്ജുദ് നിസ്കരിക്കലാണ് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള 4ാമത്തെ കാര്യമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒന്നാമതായി പറഞ്ഞത് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്, ജനങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമതായി പറഞ്ഞത് ജനങ്ങളെ സഹായിക്കലാണ്, ഭക്ഷണം നൽകി സഹായിക്കലാണ്. മൂന്നാമതായി പറഞ്ഞത് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറലാണ്, കുടുംബബന്ധം ചേർക്കലാണ്. നാലാമതായിട്ടാണ് റബ്ബുമായിട്ടുള്ള ഇടപാട്. എന്താണ് ആ ഇടപാട്? സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം. വളരെ സന്തോഷത്തോടെ, വളരെ റാഹത്തോടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അല്ലാഹു. അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നവർ, അല്ലാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരെ അടിമകളെ സ്നേഹിച്ചേക്ക്, അടിമകളോട് കാരുണ്യത്തോട് പെരുമാറിയേക്ക്. നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എത്ര വലിയ പാപങ്ങളുണ്ടെങ്കിലും 1 സെക്കൻഡ് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അതോടുകൂടി എല്ലാം അല്ലാഹു മറന്നു കളയുമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. 1 സെക്കൻഡ് ഇന്നലെ വരെ തെറ്റ് ചെയ്ത ആളുകൾ ഇന്നത്തെ വാലോടുകൂടി ആത്മാർത്ഥമായി റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, ഇന്നലെ വരെ അയാൾ മൃഗത്തെക്കാളും താഴെയാണെങ്കിൽ ഇന്നത്തെ വാല കഴിയലോടുകൂടി അയാൾ മലക്കുകളെക്കാളും മുകളിലാണ്. മുഅ്മിനീങ്ങളെ, വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മാലാഖമാരെക്കാളും മുകളിലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. നിന്റെ സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയോ ഔ യഖ്ലി അൻഹു ദൈനാ. നിന്റെ നാട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ കടം കൊടുത്തുകൂട്ടാൻ സഹായിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണ്. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലുള്ള ആരുടെയെങ്കിലും വീട് ജപ്തി ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത കിട്ടിയാല് പെട്ടെന്ന് നാട്ടുകാരെല്ലാം ഒരുമിച്ചുകൂടി അതിനുള്ള പിരിവെല്ലാം നടത്തി 10,000, 500, 1000 ലക്ഷങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം അത് കൊണ്ടുപോയി കൊടുത്ത് ഇവരെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് അള്ളാഹുവിന് ഇഷ്ടം. ആ സമയത്ത് നാട്ടിൽ വെള്ളിയെട്ടലല്ല പഠിച്ചോന് ഇഷ്ടം.
അള്ളാഹ് ഇഷ്ടം നാട്ടിലെ പള്ളിയിട്ടലല്ല, ഇങ്ങനെയുള്ള കടക്കാരുടെ കടം എഴുതിത്തള്ളുന്ന രീതിയിൽ, അവരെ സഹായിക്കുന്ന രീതിയിൽ അത് സ്വരൂപിച്ച് അവരെ സഹായിക്കലാണ്. കുറെ പള്ളി കെട്ടിട്ട് എന്താ കിട്ടാ മുഅ്മിനീങ്ങളെ? കുറ്റ കിട്ടും, നന്മ കിട്ടൂല. ഒരു കൂലിങ് പ്രതീക്ഷിക്കാൻ വേണ്ട. ഇവിടെയും പള്ളി, ഇവിടെയും പള്ളി, ഇവിടെയും പള്ളി. എല്ലാവർക്കും ഒരു പള്ളിയിൽ പോയി നിസ്കരിച്ചാ പോരെ? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ കൊടുത്തുവിട്ടാൻ വേണ്ടി സഹായിക്കുന്നത് അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് പൈസ കൂടുതലുള്ള ആളുകൾ, സാമ്പത്തികമായി അല്ലാഹു നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റൊരാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നിങ്ങൾ സഹായിച്ചേക്കാം. നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആരുടെയെങ്കിലും ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടിയാൽ, പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ട് എന്നറിഞ്ഞാൽ, ഒരുപക്ഷെ അവരെ ജനങ്ങൾക്കിടയിലേക്ക് വന്ന് വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചന നടത്തൂല. സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ട് വരൂല, യാചിക്കൊന്നുമില്ല. അവർ നല്ല ലിനന്റെ കുപ്പായൊക്കെ ഉണ്ടാകും, അവരുടെ വീട്ടിൽ നല്ല വണ്ടി ഉണ്ടാകും. പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ 4-5 ദിവസമായി പട്ടിണി കിടക്കായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെയൊന്നും ഉണ്ടാവൂല. നിങ്ങൾ വിചാരിക്കേണ്ട ഈ കതറും വെള്ള കുപ്പായൊക്കെ കാണുമ്പോൾ വിചാരിക്കേണ്ട, വണ്ടിയൊക്കെ കാണുമ്പോൾ വലിയ മുതലാളി നിന്നും വിചാരിക്കേണ്ട. അതൊക്കെ പുറത്തുള്ള പോളിഷാണ്, അകത്തൊരു പക്ഷെ പട്ടിണി ആയിരിക്കും. ഇത്തരം ആളുകളെയാണ് നമ്മൾ തേടിപ്പിടിക്കേണ്ടത്. നാട്ടിൽ അഭിമാനത്തോടെ നടക്കുന്നു, ഉള്ളിലുള്ള വിഷമങ്ങൾ മറ്റൊരാളോട് പറയാതെ എല്ലാം കടിച്ചമർത്തി പുറത്തുള്ള ആളുകൾക്ക് വിഷമങ്ങൾ അറിയിച്ചു കൊടുക്കാതെ, പുറത്തുള്ള ആളുകൾക്ക് പരിഭവങ്ങളും പരാതികളും വേവലാതികളും ആവലാതികളും പറഞ്ഞു കൊടുക്കാതെ എല്ലാം മറച്ചു വെച്ച് ജീവിക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ചിട്ട് അത്തരം ആളുകളുടെ പട്ടിണി അകറ്റലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വല അൻ അംശി മഅ ഖില്ലി ഫീ ഹാജ അഹബ്ബു ഇലയ്യ മിൻ അഅതകിഫ ഫീ ഹാദൽ മസ്ജിദ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച കാശ് പട്ടിണി കിടക്കുന്ന ഒരു പെണ്ണിന് കൊടുത്തത് കാരണത്താൽ ആ വർഷം ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഹജ്ജിന് പോവാതെ 70ഓളം ഹജ്ജാജുമാരുടെ പ്രതിഫലം അല്ലാഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾക്ക് നൽകിയത് ചരിത്രത്തിൽ കാണാം. പട്ടിണി കിടക്കുന്ന ഒരു വീട്ടുകാർക്ക് ഹജ്ജിന് പോകാൻ സ്വരൂപിച്ചു വെച്ച കാശ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നൽകുകയും ക്യാഷ് മുഴുവനും കൊടുത്തപ്പോ ഹജ്ജിന് പോകാൻ ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ അപ്രാവശ്യം ഹജ്ജിന് പോയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഹജ്ജിന് പോയ 70ഓളം ആളുകളുടെ ഹജ്ജ് അല്ലാഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന് നൽകിയെന്തേ? ഹജ്ജല്ല പ്രധാനം പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റലാണ്. ഒരു ഹജ്ജ് നിർബന്ധമായ ചെയ്യണം, അത് വേഗം ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഹജ്ജ്, അത് പിന്നെ ആ സമയം വരുമ്പോ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കലാണ്. ഈ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും നിനക്ക് കൂലി. ഒന്നാമത്തെ ഹജ്ജ് നിർബന്ധമാണ്, ഒന്നാമത്തെ ഹജ്ജ് നിർബന്ധമാണ്, ഒന്നാമത്തെ ഉംറ നിർബന്ധമാണ്. പിന്നെ 2ഉം 3ഉം 4ഉം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വർഷം ഹജ്ജ്, മാസം ഉംറ ഇതൊക്കെ ചെയ്യുമ്പോ ആ ക്യാഷ് എന്ത് ചെയ്യാ? പാവപ്പെട്ട നാട്ടിൽ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ നിനക്ക് 15 ദിവസം ചെലവഴിക്കാതെ നിനക്ക് ഉംറയുടെ പ്രതിഫലം അല്ലാഹു തരും. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉംറ ചെയ്യാത്ത ആളുണ്ട്, മക്കയും കാബയൊക്കെ കാണാൻ വേണ്ടി പൂതി വെച്ച് നടക്കുന്ന വയസ്സന്മാരും വയസ്സച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് ഉമ്മ നിങ്ങൾ ഹജ്ജ് ചെയ്തോളി, ഞാൻ പോകുന്നില്ല ഇപ്രാവശ്യം, നിങ്ങൾ പോയിക്കോളി. ആ ഉമ്മ പോയിട്ട് ഹജ്ജ് ചെയ്യും, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. നിങ്ങൾ ചെയ്ത ഹജ്ജിനെക്കാളും കൂലി ഉമ്മ ചെയ്ത ഹജ്ജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതാ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. കുറെ ഹജ്ജും ഉംറയും ചെയ്തു കൂട്ടലല്ല, മറ്റുള്ളവരെ സഹായിക്കലാണ്. അതാണ് അവിടെ പ്രസക്തി. അവിടെയാണ് നബി തങ്ങൾ പറയുന്നുണ്ട്, അഥവാ എന്തെങ്കിലും പ്രയാസമുള്ള ഒരാളുടെ കൂടെ നടക്കൽ, പ്രയാസമുള്ള ഒരാളുടെ കൂടെ നടക്കൽ. ഇപ്പൊ ഗൾഫിൽ പോവാൻ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് അല്ലെ? മാറിയൊന്നറിയില്ല. ദുബൈയിൽ പോകണമെങ്കിൽ നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് പോലീസുകാർ തരണം. അതിന് എത്ര വലിയ ക്രിമിനൽ ആയാലും പോലീസുകാർക്ക് 1000 രൂപ കൊടുത്താൽ കിട്ടും അല്ലെ? അത് വലിയ വിഷയമല്ലേ ഇപ്പൊ ഈ കാലത്ത്? സത്യത്തിൽ ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ഭാര്യയിൽ നിന്ന്. ഭാര്യ പറഞ്ഞു എന്റെ ഭർത്താവ് ഓക്കെ മാഷാ അല്ലാഹ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. ഭാര്യ പറഞ്ഞു ഇയാളോ
ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ. അയാൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല, ഇയാൾക്ക് കൊടുക്കേണ്ട വേറെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കും ചില ഭാര്യമാര്. അപ്പൊ അതുകൊണ്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് പോലീസുകാരല്ല നൽകേണ്ടത്. പോലീസുകാർക്ക് എന്തറിയാം, പോലീസുകാർക്ക് 1000 കൊടുത്താൽ പെട്ട് നാളെ തന്നെ ആക്കി തരും പോലീസുകാർ, അല്ലേ? അപ്പൊ ഭാര്യയാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് തരേണ്ടത്. കൂടെ കിടക്കുന്ന ആളുകൾക്ക് രാപ്പനി അറിയൂന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഭാര്യ പറയണം, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ഭാര്യമാര് പറയണം, എന്റെ ഭർത്താവ് നല്ലവനാണ്, നല്ല സ്വഭാവമാണ് എന്ന്. അങ്ങനെ ഒരു ഭാര്യ നമ്മളെ കുറിച്ചിട്ട് എപ്പോഴും പറയണം. എന്തെങ്കിലും ചൂരിദാരം വാങ്ങിച്ചു കൊടുത്താൽ പറയും, നിങ്ങളെക്കാള് നല്ല ഭർത്താവ് ലോകത്ത് വേറെ ഇല്ല. എന്നാ അതേ ഭാര്യ പിറ്റേ ദിവസം എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട, നിങ്ങൾ എവിടുന്ന് കിട്ടി നിങ്ങളെ പോലത്തെ ഒരാള്, എന്നെ എത്ര ആള് ചോദിച്ചു വന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെ പോലെ നിങ്ങളെക്കാളൊക്കെ മുഞ്ചുള്ള എത്ര ആള് വന്നു എന്നറിയും, നിങ്ങളെ കിട്ടിയിട്ടുണ്ട് കട്ടകാലം എന്നൊക്കെ പറയുന്ന ഭാര്യമാരില്ലേ. എന്നാ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ തീരും ചെയ്തു, സ്വന്തം ആളായി. പിന്നെ അപ്പൊ ഇങ്ങനല്ലേ എപ്പോഴും പറയണം, എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് പരാതി പറയാനില്ല. നബി തങ്ങളെ കുറിച്ച് ആയിഷ ബിവിയോട് ചോദിച്ചപ്പോ, ഇത് പിരിവിനുള്ള ഏർപ്പാടൊന്നും തോന്നുന്നുണ്ടല്ലോ, ഇതൊന്നും നടക്കൂല, നാളെ പിരിവല്ലോ, ഇന്ന് പിരിവൊന്നുമില്ല. തേനുപ്പിണ്ട് എന്റെ ഷെയിലിങ്ങനെ ഇറങ്ങി, എന്റെ പിരിവിന്റെ ഷെയിലിങ്ങൊക്കെ അറിയോ? കൊണ്ടെന്നാടന്ന് ആദ്യം വാങ്ങി, അതാണ് എന്റെ ശൈലി. അത് പറ്റുമെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഞാൻ അങ്ങനെ ശൈലി പിരിവെടുക്കാൻ പറഞ്ഞാല്. അപ്പൊ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ, അല്ലെങ്കിൽ വേഗം കൊണ്ടുപോയിട്ട് നാളെ ഉണ്ടാക്കും. പിന്നെ ഉഷാവാക്കവി ഉണ്ടാക്കുമ്പോൾ 10,000 ഞാൻ വെറുതെ 100 രൂപയ്ക്ക് ഇത് വിൽക്കണം. നിങ്ങൾ വെറുതെ നിങ്ങൾ കിട്ടുന്നത് കളയണ്ട, നാളെ കൊടുത്തോളി, അതല്ലേ നല്ലത് ഇൻഷാ അല്ലാഹ്. അപ്പോ എന്താ പറഞ്ഞത്? ഇപ്പോ ഭാര്യമാരുടെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾക്ക് വേണ്ടത് ഏറ്റവും നല്ല സ്വഭാവത്തിന്. അപ്പൊ ഇങ്ങനെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. പോലീസുകാരും പിന്നെ പഞ്ചായത്ത് ഓഫീസുകാരും വില്ലേജ് ഓഫീസുകാരൊക്കെ നമുക്ക് അറിയാലോ. എന്തെങ്കിലും ആവശ്യത്തിന് പോലെ അവിടെ പോ, ഇവിടെ പോ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, നാളെ വാ, മറ്റന്നാള് വാ. എന്താണ് ഒരു കറണ്ട് ബില്ലടിക്കാൻ പോയാൽ 5 മണിക്ക് എത്തിയാല് 4:55 തന്നെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് സമയമായി പോയിക്കോളി, നാളെ വാ. എന്നാ പിന്നെ ഒന്ന് അടിച്ചു കൊടുത്താൽ എന്താ ഒരു 5 എന്താ പ്രശ്നം? ശമ്പളം കൊടുക്കുന്നില്ല ജോലിക്ക്, വെറുതെ സർവീസ് ഒന്നും അല്ലല്ലോ ഇത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വലിയ അപകടത്തിലാണ്. മനസ്സിലാക്കണം, മുസ്ലിം ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, ഇത്തരം ആളുകൾ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അമലും പഠിച്ചോ സ്വീകരിക്കൂല. അള്ളാഹു ശ്രദ്ധിക്കുന്നത് തന്നെ ജനങ്ങളുമായിട്ടുള്ള ഇടപാടാണ്. അള്ളാഹുവിന് അതാ വേണ്ടത്. നിങ്ങൾ ജനങ്ങളോട് മാനിയായിട്ട് പെരുമാറും. ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, അവരുടെ അമൽ അല്ലാഹു അവരുടെ തലയിൽ നിന്ന് ഉയർത്തൂല, അവരുടെ അമലും പഠിച്ചോന് വേണ്ട എന്നൊക്കെ കാണാം ഹദീസുകളിൽ. പിന്നെ എന്താ, അവർ കുറെ ശമ്പളം വാങ്ങിയിട്ട് എന്താ കാര്യം? അല്ലാഹു എവിടെയും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന കാര്യമാണ് ദീനുൽ ഇസ്ലാം വളരെ വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയ വണ്ടി ഇടിച്ചാൽ വേഗം എന്ത് വേണം? അതിന് പോലീസിന്റെ പേപ്പർ വേണം, ഇൻഷുർ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുമ്പോഴും കുറെ പാസ്പോർട്ടിന് പിന്നെ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതൊന്ന് ശരിയായി കിട്ടണമെങ്കിൽ പോലീസുകാർക്ക് 500 കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് കഥ. ഈ സമയങ്ങളിൽ ഒരു വീടെടുക്കണമെങ്കിൽ പേപ്പർ ശരിയാണ്, അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ നാട്ടിൽ നല്ല പോലീസുകാരായിട്ട് അല്ലെങ്കിൽ ഓഫീസർമാരായിട്ട് ബന്ധമുള്ള ആളുകൾ ഉണ്ടാകും, രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാകും. ഒന്ന് ഹെൽപ്പ്, എനിക്കൊരു വീടെടുക്കണം, നിങ്ങൾ പേപ്പർ ഒന്ന് ശരിയാക്കി തരും. എനിക്ക് വേണമെങ്കിൽ നീ ചെയ്തോ, ചെയ്യരുത്, നമ്മൾ കൂടെ പോകണം. അതിന് കഴിവുള്ള ആളുകൾ അത് പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല അൻ അംശി മഅഖില്ലി ഫീ ഹാജ, ആവശ്യമുള്ള ഒരുത്തന്റെ കൂടെ നടക്കലാണ് എനിക്കിഷ്ടം. മദീന പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു വില്ലേജ് ഓഫീസിലേക്ക് ഒരാളുടെ കൈയും പിടിച്ചു കൊണ്ടുപോയി അയാൾക്ക് ആവശ്യമുള്ള പേപ്പർ വാങ്ങി അത് വാങ്ങിച്ചു തിരിച്ചു വരലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത്യാവശ്യമുള്ള പേപ്പറിന്റെ പേര് വരെ നമുക്ക് അങ്ങനെ ഒരു ഇടപാട് ഇല്ലാതുകൊണ്ട് അറിയുന്നില്ല. നിങ്ങളെ വീടും ഇങ്ങനെ കുടുംബം ബന്ധപ്പെട്ട ആൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പേപ്പർ പറഞ്ഞ വീടിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകണം. അപ്പൊ ഞാൻ പോയാൽ എനിക്കൊരു ബന്ധുവില്ല, അറിയില്ല. ഞാൻ പോയാൽ ആൾ ആടെ പോ, ഇവിടെ പോന്നൊക്കെ പറയാം, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നാട്ടിലുള്ള ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തരോ? എനിക്കില്ല എന്ന് പറഞ്ഞാൽ പോയി.
ഞാൻ വരാം, എന്താ നിനക്ക് ചെയ്യേണ്ടത്? അയാളെ കൈയും പിടിച്ചു പോയിട്ട് വേഗത വാങ്ങിച്ചു കൊടുത്ത് അയാളെ സഹായിക്കലാണ്. നീ 1 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് 1 മാസം മദീന പള്ളിയിൽ പോയിട്ട് ഇത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാളും പഠിച്ചോന് ഇഷ്ടം പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കേണ്ട, ഒന്നും കിട്ടാനില്ല. മനസ്സിലായില്ലേ? പള്ളിയിൽ കുറെ ഇത്തിക്കാഫ് ഇരിക്കലെല്ലാം പൊതുജനങ്ങൾക്ക് സഹായിക്കും, ജനങ്ങളെ ഹെൽപ്പ് ചെയ്യും, ജനങ്ങളോട് മാന്യമായി പെരുമാറും. അപ്പോഴാണ് പഠിച്ചോന്റെ സഹായം ഉണ്ടാവുക. നിങ്ങൾ കുറെ ഇത്തിക്കാഫും തസ്ബീഹുമാനം പിടിച്ചിട്ട് പള്ളിയിൽ കുത്തിയിരുന്നിട്ട് വലിയ അള്ളാന്റെ ഇഷ്ടക്കാരാവെന്ന് വിചാരിക്കണ്ട. എന്നാ ഇതൊന്നും വേണ്ടേ? ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നാളെ മുതൽ നിങ്ങൾ നിസ്കാരവും എല്ലാം ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. ഇത് വേണം, ഇതിന്റെ കൂടെ ഇതും കൂടി വേണം. നാളെ മുതൽ ഇതൊന്നും വേണ്ട, പള്ളിയിലൊന്നും ഇരിക്കണ്ട, പള്ളിക്കൊന്നും പോകണ്ട, ഉസ്താദ് ഇന്നലെ പറഞ്ഞല്ലേ ഇനി ഞാൻ നാട്ടുകാരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങണ്ട. ഇതൊക്കെ ചെയ്തിട്ട് നാട്ടുകാരെ സഹായിക്കുക. നാട്ടുകാരെ സഹായിക്കാതെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാതെ നിങ്ങളെ ഈ അമല് കൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. നാട്ടുകാരെ സഹായിക്കാതെ, കുടുംബക്കാരെ സഹായിക്കാതെ, സഹായിക്കേണ്ടവരെ സഹായിക്കാതെ നിങ്ങൾ തസ്ബീഹ്മാല പിടിച്ചിട്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ അമലുകളൊന്നും നഷ്ടപ്പെടുത്താതെ ബാക്കിയുള്ള സമയങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറക്ക് പോകുന്ന, ഇഅ്തികാഫിരിക്കാൻ പോകുന്ന 1 ലക്ഷം നമ്മൾക്ക് മാറ്റിവെക്കാം. രണ്ടാമത്തെ തവണയാണെങ്കിൽ മാറ്റിവെക്കാം. എന്നിട്ട് കുടുംബത്തിലുണ്ടാകും വീടില്ലാത്തവർ, കുടുംബത്തിൽ കല്യാണം കഴിക്കുമ്പോൾ പൊന്ന് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകും. സ്ത്രീധനായിട്ട് അങ്ങനെ ചോദിക്കാറില്ല, ഇത്ര പൊന്ന് വേണം, ഇത്ര മുതൽ വേണമെന്നൊക്കെ. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിഷയമല്ല, അതൊരിക്കലും അംഗീകരിക്കാത്ത വിഷയമാണ്, നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയം കൂടിയാണ്. പക്ഷേ അങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ വീട് നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ. അള്ളാഹു ഒരു പക്ഷേ സൗന്ദര്യം നൽകിയിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ ചില ആളുകൾ സൗന്ദര്യമില്ലെങ്കിലും കുഴപ്പമില്ല, വല്ലാതെ ടൈറ്റിലാണ്, കുറച്ച് പൈസ കിട്ടിയാന്ന് കുഴപ്പമില്ല, അങ്ങനെയുള്ള ചില ആളുകൾ സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ടൈറ്റാണ്, അങ്ങനെ കെട്ടുമ്പോ എന്തെങ്കിലും പൈസ കിട്ടിയാൽ കടമെങ്കിലും കൊടുത്തു വിട്ടാലോ. അപ്പൊ എന്ത് ചെയ്തു? ഒരു 10-25 പവൻ തന്നാ ഞാൻ കെട്ടാം. അങ്ങനെ 25 പവൻ കൊടുത്തു. സത്യത്തില് നാട്ടുകാരൊക്കെ സഹായിച്ചു കൊടുത്തന്നെയാണെങ്കിൽ ആ പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെട്ടില്ലേ? ആ പെണ്ണിന് കല്യാണം കഴിച്ചു കൊടുത്തു, ഉപ്പയ്ക്ക് സമാധാനായി, ഉമ്മയ്ക്ക് സമാധാനായി, വീട്ടുകാർക്ക് സമാധാനായി, പിന്നെ നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചു, അവരുടെ കടം കൊടുത്തു വെട്ടി. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാ? ഉംറക്ക് പോകാൻ വെച്ച ഒരു പൈസ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വമൻ കഫ ഗലബഹു സതറല്ലാഹു ഔറതഹു. ദേഷ്യം നമ്മൾക്ക് പെട്ടെന്ന് വരുന്നവരാണ്. ദേഷ്യം പെട്ടെന്ന് വരും നമ്മൾക്ക്, അല്ലേ? ദേഷ്യം പെട്ടെന്ന് വരും. ദേഷ്യം വരുമ്പോഴാണ് അത് ആക്ഷനിലേക്ക് മാറുന്നത്. ആദ്യം വാക്കുകളിലൂടെ തെറിയായിരിക്കും, പിന്നെ ആ തെറിയൊക്കെ മാറി കൈകളിലൂടെ അടിയായിരിക്കും. പിന്നെ അതുകൊണ്ട് സ്വന്തം ദേഷ്യത്തെ ഒരാൾക്ക് കടിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ, ഭാര്യ മോശമായി പെരുമാറുമ്പോൾ അവിടെ ഭാര്യയോട് മോശമായി പെരുമാറാതെ അത് കടിച്ചു പിടിക്കാൻ നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ, അധ്യാപകർ ശിഷ്യന്മാര് മോശമായി പെരുമാറുമ്പോ അവരോട് മോശമായി പെരുമാറാതെ അവരിങ്ങോട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ചവരോട് മാന്യമായി പെരുമാറാൻ കഴിഞ്ഞാൽ, നമ്മൾക്ക് പാരവെക്കുന്ന നമ്മുടെ സംഘടനാ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ നമ്മുടെ ശത്രുക്കളായ ചില ആളുകളുണ്ടാകും. അത്തരം ആളുകൾ പാരവെക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്നവരായിരിക്കും. വളരാൻ അനുവദിക്കാതെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് അതിനുള്ള തക്കം കാത്തു നിൽക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂടെയുണ്ടാകും. അവരെ പിടിക്കപ്പെട്ടാൽ വരെ ദേഷ്യം കടിച്ചു പിടിച്ചു, അല്ലേ? ബംഗാളിലെ ഒരു ഇമാമിന്റെ മകനെ നിഷ്ഠൂരമായി തല്ലിച്ചതച്ചപ്പോ, യാ അല്ലാഹ്, എങ്ങനെ ഇത് കഴിയുന്നു? ഞാൻ ആ വീഡിയോ കണ്ടപ്പോ നോക്കി, ആ കൈ ചിരിക്കുന്നത് കണ്ടപ്പോ ഞാൻ ഒഴിവാക്കി, പിന്നെ അത് കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ കണ്ടു? നിങ്ങൾ കാണാൻ ഇത് മുഴുവനും കണ്ട ആളുകൾ കൈപൊക്കെ. നിങ്ങൾക്ക് നോബൽ സമ്മാനം തരും ഞാൻ. മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? പഠിച്ചോനെ, നോബൽ സമ്മാനം സമാധാനത്തിന് കൊടുക്കുന്നതാണല്ലേ, നിങ്ങൾക്ക് തരാൻ പറ്റൂല. നിങ്ങൾക്ക് തരേണ്ട സമ്മാനം ഏതാന്ന്? ധീരതക്കുള്ള ജാൻസിറാണി അവാർഡ് തരാം, അല്ലേ? അതെങ്ങനെ നിങ്ങൾക്ക് ഫുള്ള് കണ്ടു എന്ന് എനിക്കറിയില്ല. പഠിച്ചോനെ, ഇത് കാണാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത് ചെയ്യാൻ എങ്ങനെ ഒരാൾക്ക്? അപ്പൊ ആ മനസ്സ് എത്ര ക്രൂരായിരിക്കും. നഖം വലിച്ചു എന്നൊക്കെ ഞാൻ കണ്ടിട്ടില്ല. നഖം വലിച്ചു എന്നൊക്കെ കണ്ടു. നഖം വലിച്ചു, കൈ ഇങ്ങനെ തിരിക്കുന്നത് കണ്ടു. നമ്മളെ ഇതാ ഉസ്താദ് കണ്ടാൽ, ആ പിതാവ് കണ്ടാൽ, ആ പിതാവിന് ഇത് മറക്കാൻ കഴിയോ? ഒരു മകൻ ഇങ്ങനെ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ വോട്ട് പിടിക്കുന്നത്? ഇതിന് നമ്മളെ മുസ്ലിം സഹോദരങ്ങൾ സപ്പോർട്ട് നിൽക്കുന്നുണ്ടോ?
ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വോട്ട് പിടിക്കുന്നതിന്? എന്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വോട്ട് പിടിക്കേണ്ടത്? വർഗീയ കലാപമുണ്ടാക്കി അതിൽ നിന്ന് കാര്യലാഭം എടുത്തിട്ട് എന്താ കാര്യം? പിന്നെ ഈ ഭരണത്തിൽ എന്തർത്ഥാണ്? നമ്മളിപ്പോഴും നമ്മുടെ പ്ലസ് പോയിന്റ് ആണ്, പോസിറ്റീവ് വശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. 44 കൊലകളുടെ കഥകളൊക്കെ ചർച്ച ചെയ്യുന്ന കാലാണ് അല്ലേ? ആ സമയത്ത് മറ്റുള്ളവർ തെറ്റ് ചെയ്തത് മറ്റുള്ളവർക്ക് എടുത്തു കാണിക്കാനല്ല നിൽക്കേണ്ടത്, നമ്മൾ ചെയ്ത നന്മ കാണിച്ചു കൊടുക്കുക. അതാണ് അവിടെ ഈ രാഷ്ട്രീയം മാറി. ഏതായാലും രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർ ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്നത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. നിങ്ങൾ അത് ചെയ്തില്ലേ എന്നല്ല ചോദിക്കേണ്ടത്, നമ്മൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കണം. നിങ്ങൾ അത് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടല്ല വോട്ട് പിടിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാകും മനസ്സിലാകേണ്ടവർക്ക്. മറ്റുള്ളവരുടെ കുറ്റവും ന്യൂനതയും കുറവും എടുത്തു പറഞ്ഞിട്ട് അത് ആഘോഷിച്ചിട്ടല്ല, നമ്മുടെ പ്ലസ് പോയിന്റ് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ നമ്മൾക്ക് കഴിയണം. ഏതായാലും ഇത്തരം വളരെ മോശമായ രീതിയിൽ നിഷ്ഠൂരമായ ഒരു പാവപ്പെട്ട ചെറിയൊരു ചെറുക്കനെ, ഒരു നായയോട് പോലും ഇങ്ങനെ പെരുമാറാൻ ഒരാൾക്ക് കഴിയില്ല. അങ്ങനെയൊക്കെ പെരുമാറി ഇതിനു പോലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടെന്ന. മുമ്പൊക്കെ ലവ് ജിഹാദിന്റെ പേരിൽ ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നില്ലേ? അതിനും നമ്മുടെ കേരളക്കരയിലുള്ള ചില സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശംഭുലാലാണെന്ന് കൊലപാതകം നടത്തിയത്. അയാളെ ദേശാഭിമാനിയാക്കിയിട്ട് ചിത്രീകരിച്ച ആളുകൾ സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ നിഷ്ഠൂരമായി തല്ലിച്ചതച്ചു കൊന്നവർ രാജ്യസ്നേഹികൾ, രാജ്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ രാജ്യദ്രോഹികൾ. എന്റെ പൊന്നു സുഹൃത്തുക്കളോട്, മുസ്ലിം അമുസ്ലിം സുഹൃത്തുക്കളോടൊക്കെ ഇത്തരം നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ദയവ് ചെയ്ത് മാറി നിൽക്കണം. അക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അക്രമരഹിത രാഷ്ട്രീയം നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. ഗൾഫിലൊക്കെ പോകുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, ഏത് സമയത്തും രാത്രി ഇറങ്ങിയിട്ട് നടക്കാം, ഒരു പേടിയും പേടിക്കണ്ട. 3 മണിക്ക് രാത്രി ഇറങ്ങി നടക്കണോ, നിങ്ങളെ വൈഫിനെയും കൂട്ടിയിട്ട് ഒരു കുഞ്ഞുമോ നിങ്ങളെ തൊടിയില്ല. ആ ഒരു സേഫ്റ്റി നമ്മുടെ നാട്ടിലേക്ക് വരണം. അപ്പോഴാണ് ഭരണാധികാരികൾ വിജയിക്കുന്നത്. അല്ലാതെ ഇരുമ്പ് കച്ചവടത്തില് ഇന്ത്യ ഉഷാറെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇരുമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനം. നമുക്ക് എന്തായാലും ഇന്ത്യയില്, കേരളത്തില് സ്വസ്ഥമായി പേടിക്കാതെ പുറത്തിറങ്ങി നടക്കാൻ ഒരാൾക്ക് കഴിയുമോ? അത് ഏത് ഭരണകൂടത്തിനാ സാധിക്കുന്നത്? അവർക്ക് നമ്മൾക്ക് വോട്ട് ചെയ്യാം. അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരട്ടെ. എന്തൊരു സേഫ്റ്റിയാ ഗൾഫിലൊക്കെ ജീവിക്കാൻ. ദുബൈയിലൊക്കെ പോയാൽ ഒരു പേടും പേടിക്കാനില്ല. എവിടെ ഇറങ്ങി ധൈര്യമായിട്ട് ഏത് സമയത്ത് നടക്കാം. ആരും നോക്കാനോ അടിക്കാൻ ഒന്നും ആരും ചെയ്യില്ല. ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നതെങ്കിൽ ഏറ്റവും സുഖം ദുബായിലൊക്കെ ജീവിക്കാനാണ്. ഏറ്റവും GCC രാഷ്ട്രങ്ങൾ ഏറ്റവും സേഫ്റ്റിയും സുഖമുള്ളത് UAE-യിലാണ്. അതേപോലെ നിയമങ്ങൾ കൊണ്ടുവന്നാൽ ഇവിടെയും നമ്മൾക്കതിൽ സുഖമുണ്ടാകും. ഇവിടെ ഇന്ന് പള്ളിയിൽ കിടക്കുന്ന ഉസ്താദിനെ കഴുത്തെറുത്ത് കൊല്ലുക, നാളെ അവർ ജാമ്യത്തിൽ ഇറങ്ങുക. അവർക്ക് വേണ്ടിയിട്ട് കോടതികളിൽ പോയി വാദിക്കുന്നത് പ്രത്യേകമായ പാർട്ടിക്കാരുടെ ഉത്തരവാദപ്പെട്ട അഡ്വക്കേറ്റുമാർ, വക്കീലന്മാർ. ഈ പാർട്ടികളൊക്കെ എന്തിന്? മനുഷ്യന്മാരെ കൊല്ലാനാണോ പാർട്ടികൾ? ഇന്ന് കൊന്നവർ നാളെ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ. ആ കൊലവിളിച്ച ആളുകളെ പുറം ലോകം കാണാത്ത രീതിയിൽ കാരാഗ്രഹത്തിൽ അടച്ചാൽ പിന്നെ രണ്ടാമതൊരു കൊലപാതകം എവിടെ നടക്കോ? അവരെ തൂക്കിലേറ്റണമെന്ന് ഞാൻ പറയുന്നില്ല, അവരെ തിരിച്ചു കൊല്ലണമെന്നും ഞാൻ പറയുന്നില്ല. അത്തരം ആളുകളെ കാരാഗ്രഹത്തിലടച്ച് ജാമ്യം നൽകാത്ത രീതിയിൽ കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളെയും, അതാരായാലും ശരി, കൊലപാതകം നടത്തിയ മുഴുവൻ പ്രതികളെയും പുറം ലോകം കാണാത്ത രീതിയിൽ ജയിലിലടക്കണം. അത് മതി. അങ്ങനെ ജയിലിലടച്ച പിന്നെ കൊലപാതകം നടത്താൻ അവർ തയ്യാറാവോ? ഇത് അവർ പുറത്തിറങ്ങുക, എന്നിട്ട് അടുത്ത ആളെ കൊല്ല, വീണ്ടും അവർ പോയിട്ട് കിടക്കുക. മനസ്സിലായില്ല? പിന്നെ കുറച്ച് 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും പുറത്തിറങ്ങുക, വീണ്ടും കൊല്ല, വീണ്ടും പോയിട്ട് കിടക്കുക. ഇതന്നെ നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ. ഈ നിയമം മാറാതെ നമ്മുടെ നാട്ടിലൊരു അഭയം, ഒരു സേഫ്റ്റി കിട്ടിയില്ല. ഭരണകൂടങ്ങൾ ആദ്യം നൽകേണ്ടത് അഭയമാണ്.
മനുഷ്യന് ജീവിക്കാനുള്ള അഭയം, മനുഷ്യന് ജീവിക്കാൻ സ്വസ്ഥമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ വാങ്ങിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് വളരെ നിഷ്ഠൂരമായി തന്റെ മകനെ ആളുകൾ കൊന്നു കളഞ്ഞു എന്നറിഞ്ഞിട്ടും ദയവ് ചെയ്ത് നിങ്ങൾ ഒരാളും അതിന്റെ പേരിൽ ഇവിടെ അക്രമങ്ങൾ അഴിച്ചുവിടരുത്. ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നിങ്ങൾ ആരെങ്കിലും അതിന്റെ പേരിൽ അക്രമം നടത്തിയാൽ 10-30 വർഷക്കാലമായി ജോലി ചെയ്യുന്ന ഞാൻ എന്റെ ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് ധീരമായി പ്രഖ്യാപിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ മാതൃകായോഗ്യനായ ഒരു ഉസ്താദ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ഇവിടെയുള്ള ഒരു ഹൈന്ദവ വിശ്വാസിയുടെ, ഒരു മുസ്ലിം സഹോദരന്റെ, മുസ്ലിം സുഹൃത്തുക്കളുടെ ദേവാലയങ്ങൾക്ക് പോറലേൽക്കരുത് എന്ന് മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇതാണ് നമ്മൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ദേശം കടിച്ചു പിടിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ, അല്ലാഹു നമ്മുടെ ന്യൂനതകളെ മറച്ചുവെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ വമൻ കളമ ഗൈലഹു വലൗ ശാഅ അൻ യുംലിയഹു അംലാ. ഇനി വന്നിട്ട് ഒരാൾ അടിച്ച ആൾക്ക് തിരിച്ചടിക്കാൻ കഴിയാം. പക്ഷേ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട് ഒരാൾ തിരിച്ചടിച്ചില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ അയാൾക്ക് പ്രതീക്ഷയോടെ മഹ്ശറാ ലോകത്തേക്ക് കടന്നു പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിച്ചു, തിരിച്ചടിക്കാൻ കഴിയാം, കൊട്ടേഷൻ ഇടാൻ കഴിയാം, പോലീസിൽ പോയി കേസ് കൊടുക്കാൻ കഴിയാം, എല്ലാം കഴിയാം. എന്നിട്ട് അതിനൊന്നും നിൽക്കാതെ കുഴപ്പമില്ല, പാവല്ലേ, അറിയാതെ ചെയ്തതല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഈ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ നമ്മൾക്ക് സാധിച്ചാൽ നാളെ ആഖിറത്തിലേക്ക്, പാരത്രിക ലോകത്തേക്ക് പ്രതീക്ഷയോടെ കടന്നു പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേൾക്കണം, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഇനി കേൾക്കണം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ മശാ മഅ അഖീഹി ഫീ ഹാജ, ഒരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അയാളുടെ കൂടെ നടന്നാൽ, അഥവാ നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി അവരുടെ കല്യാണത്തിന് വേണ്ടി ഉപ്പ പ്രയാസപ്പെടുന്നത് കാണുമ്പോ അയാളുടെ കൂടെ നടന്നിട്ട് നാട്ടിലുള്ള മുതലാളിമാരോട് പോയിട്ട് ഒരു പവന്റെ കാശ്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും പിരിവ് നടത്തി, മഹല്ലിൽ വെച്ച് പിരിവ് നടത്തി ഉപ്പയോട് വിളിക്കണ്ട, ആ ഉപ്പയെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് യാചിക്കാൻ ഇറക്കി വിടാതെ ഉപ്പയോട് പറഞ്ഞ് നിങ്ങൾ വിശ്രമിച്ചോളൂ, ഞങ്ങൾ ചെയ്തു തരാം. എന്നിട്ട് നമ്മൾ സ്വയം ആ കാര്യം ഏറ്റെടുത്ത് നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം സജീവമായി നാട്ടിലുള്ള മുതലാളിമാരെ കണ്ടിട്ട്, ഗൾഫിലും നാട്ടിലുള്ള ചെറുപ്പക്കാരെ കണ്ടിട്ട്, പള്ളിയിൽ നിന്ന് പിരിവെടുത്തിട്ട് പുറം നാടുകളിൽ നിന്ന് നമ്മൾ അറിയുന്നവരോട് ചെറിയ ചെറിയ തുകകളെല്ലാം ചോദിച്ച് ആ പിതാവിന്റെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നടന്നാൽ നാളെ എല്ലാവരുടെയും കാല് ഇടറിപ്പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ കാല് ഇടറൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. എല്ലാവരുടെയും കാൽപാദങ്ങൾ ഇടറിപ്പോകുന്ന, വിറച്ചു പോകുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് നിങ്ങൾ വിറക്കുകയോ നിങ്ങളുടെ കാൽപാദങ്ങൾ ഇടറുകയോ നിങ്ങൾക്ക് പേടി വരികയോ ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അല്ലാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ സഹായം ആഗ്രഹിക്കുന്ന ആളുകൾ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാട്ടുകാരെ സഹായിച്ചു കൊണ്ടേയിരിക്കുക. എന്നാണോ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെക്കുന്നത്, എന്നാണോ നമ്മുടെ പൊതുപ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെക്കുന്നത്, എന്നാണോ സാമൂഹിക സേവനങ്ങൾ നമ്മൾ നിർത്തിവെക്കുന്നത്, അന്നത്തോടുകൂടി അല്ലാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വരുന്നത് അല്ലാഹു നിർത്തിവെക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെ KMCC-യുടെ
പ്രവർത്തകരെ കാണാം. ഏത് GCCയുടെ ഏത് രാഷ്ട്രങ്ങളിലാണെങ്കിലും ശരി, വളരെ സജീവമായി നാട്ടുകാരുടെ നന്മയ്ക്ക് മതമേതെന്ന് ജാതിയേതെന്ന് നോക്കാതെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന എത്രയോ KMCCയുടെ പ്രവർത്തകരെ കാണാം. അവർ വീട് വെച്ചു കൊടുക്കാറുണ്ട്. അവിടെ മുസ്ലിമാണോ അല്ലേ എന്ന് നോക്കാറില്ല. എത്രയോ അമുസ്ലിം സഹോദരങ്ങൾക്ക് ബൈത്തുർ റഹ്മകൾ അവർ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ നാട്ടിൽ വരെ കാസർഗോഡ് ജില്ലയുടെ ദുബായ് KMCC, ഷാർജ KMCC ആണെന്ന് തോന്നുന്നുണ്ട്. എന്റെ നാട്ടിലുള്ള ഒരു ഹൈന്ദവ സഹോദരന് ബൈത്തുർ റഹ്മ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രയത്നത്തിലാണ്, അതിനുള്ള അധ്വാനത്തിലാണ് അങ്ങ് ഷാർജയിലുള്ള നമ്മുടെ പ്രവർത്തകര്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സഹായം എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകും. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. സലാം കുഞ്ഞിപ്പാടിയൊക്കെ നമ്മുടെ നാട്ടുകാരനാണ്. KMCCക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന, അവർക്കൊക്കെ വിശ്രമില്ല. ബഹ്റൈനിൽ പോയാൽ അവിടെ കാണും നമ്മുടെ ഫൈസൽ ഖാനൊന്നും മറക്കാൻ കഴിയില്ല, കോഴിക്കോട് ജില്ലക്കാരന്. അങ്ങനെ കുറെ ആളുകൾ, പേര് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. പേര് ഞാൻ സാന്ദർഭികമായി ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു. മസ്രയിലുണ്ട്, മസ്കറ്റിലുണ്ട്, സലാലയിലുണ്ട്, ദുബായിലുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ. ഓരോ ആളുകൾ പണി എന്താ? ജോലി കഴിഞ്ഞാൽ പിന്നെ സാമൂഹിക പ്രവർത്തനം. ജോലി വരെ ചെയ്യാതെ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. മദീനയിലുണ്ട് അല്ലെ? നമ്മുടെ ബദ്രുവിന്റെ ഒക്കെ വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. ബദ്രു കേതപ്പോയില്ല. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ. ഇവർക്ക് എന്താ ആഗ്രഹം? ജനങ്ങളെ സഹായിക്കുമ്പോൾ അവർക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടാറുണ്ട്. ഇത്തരം സഹായങ്ങളാണ് എന്നും നമ്മൾ ചെയ്യേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തകരെ ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് വോട്ട് പിടിക്കേണ്ടത്, അല്ലാതെ കഴുത്തെടുത്തിട്ടല്ല. ഇത് പറഞ്ഞു കൊടുത്തിട്ട് വോട്ട് പിടിക്കേ. ചെയ്യുന്ന നന്മകൾ, നമ്മുടെ രാഷ്ട്രീയ വികസനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്നതിന് പകരം അക്രമങ്ങളും കൊലപാതകങ്ങളും വർഗീയ കലാപങ്ങളും ഉണ്ടാക്കി വോട്ട് പിടിക്കരുത്. അതൊരു പക്ഷേ ഇന്ന് നിങ്ങൾ മറ്റൊരാളെ കൊലപാതകം നടത്തുന്നുണ്ടെങ്കിൽ ആസൂത്രണം ചെയ്തവനായിരിക്കും ഒരു പക്ഷേ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അതിന്റെ ഇര. ഒരാളും വിചാരിക്കരുത് എന്നും അധികാരം നമ്മുടെ കയ്യിലുണ്ടാകുമെന്ന്. ഒരാളും വിചാരിക്കരുത് അധികാരം എന്നും നമ്മുടെ കയ്യിലുണ്ടാകുമെന്ന്. ഇന്ത്യയെ എത്രയോ വർഷക്കാലം പല ആളുകളും അവിടെ ഭരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട്, ഡച്ചുകാർ ഭരിച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്, ആര്യന്മാരുണ്ടായിരുന്നു, ദ്രാവിഡന്മാരുണ്ടായിരുന്നു, പല ആളുകളും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭരണം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഒരാളും വിചാരിക്കരുത് ഭരണം കാലാകാലം നിലനിൽക്കുമെന്ന്. ഇന്ന് ഭരിച്ചാൽ ഒരുപക്ഷെ ഭരണമില്ലാതെ നിങ്ങൾ എങ്ങനെയാണോ ഭരിച്ചത് അത് നിങ്ങൾ അനുഭവിക്കേണ്ട ഗതികേട് വന്നേക്കാം. നിങ്ങൾ തലയറുത്തവർ നിങ്ങളുടെ തല പരസ്പരം തിരിച്ച് അറുക്കുന്ന രീതിയിലേക്ക് ഭരണം മാറിയേക്കാം. അതുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാതെ എല്ലാവരോടും വളരെ മാന്യമായി വളരെ നല്ല രീതിയിൽ പെരുമാറി സൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങൾ കൈമാറി എല്ലാവർക്കും സ്നേഹം കൈമാറി വളരെ നല്ല രീതിയിൽ രാജ്യത്തിന് ഉപകരിക്കുന്ന, രാജ്യത്തിന്റെ വികസനത്തിന് ഉപകരിക്കുന്ന രീതിയിലാണ് രാഷ്ട്രത്തെ ഭരിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം ഓതി വെച്ച ആയത്തൊന്നും കൂടി പാരായണം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. ഞാൻ ഇതുവരെ പറഞ്ഞ വിഷയങ്ങളെ ഉപോത്ഫലകമായി അതിന് പ്രാധാന്യം നൽകി അതിന് അടിവരയിടുന്ന രീതിയിലാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. പടിഞ്ഞാറേക്കോ കിഴക്കിലേക്കോ തലതിരിക്കലല്ല നന്മ എന്ന് പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തലതിരിച്ച് നിസ്കരിച്ചിരുന്നു. അത് കഅബ, അത് ഖിബലയാക്കിയിരുന്നു. പിന്നെയാണത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് മാറ്റിയത്. അപ്പോൾ അവിടെ ചർച്ചകൾ ഉണ്ടായി. അപ്പോൾ അവിടെ ജൂതന്മാർക്കിടയിൽ ചർച്ചകൾ ഉണ്ടായത് ശരിയായില്ല. ചർച്ചകൾ നടക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾ എവിടേക്ക് മുഖം തിരിച്ചു എന്നതിന് പ്രസക്തിയില്ല. നിങ്ങൾ നിസ്കരിക്കുമ്പോ കഅബയിലേക്ക് മുഖം തിരിച്ചോ അല്ല ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുഖം തിരിച്ചോ, കിഴക്കിലേക്കോ പടിഞ്ഞാറിലേക്കോ മുഖം തിരിച്ചു എന്നതല്ല നന്മ. വലാകിന്നൽ ബിർറ, നന്മ എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, മലായികകളെ കൊണ്ട് വിശ്വസിക്കണം, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം. അത് കഴിഞ്ഞാൽ ആദ്യം വിശ്വാസം നന്നാക്കണം. വിശ്വാസം നന്നായാൽ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ
വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ, സ്വന്തം ഇഷ്ടത്തോടെ ആ കുടുംബക്കാർക്ക് സമ്പാദ്യം നൽകി അവരെ സഹായിക്കണം. മിസ്കീന്മാരെ സഹായിക്കണം, വഴിയാത്രക്കാരെ സഹായിക്കണം, യാചകന്മാരെ സഹായിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അടിമകളെ സഹായിക്കണം. ഇതാണ് നന്മ എന്ന് പറഞ്ഞാൽ. നന്മ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇരുന്നിട്ട് ഇഅ്തികാഫിരിക്കലല്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ടിറങ്ങലല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ച് സാമൂഹിക സേവനം ചെയ്യലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക.